നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ 2017 ഫെബ്രുവരി 26 മനുഷ്യജാലിക നടത്തുമ്പോഴേക്ക് നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ പ്രത്യേക സാഹചര്യം എന്താണ് നമുക്കെല്ലാവർക്കും അറിയാം. നാൾക്കുനാൾ ഇതിന്റെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്ത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അസഹിഷ്ണുത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ലോകത്തെ ഏറ്റവും വലിയ മാതൃകയാകുന്ന വിധത്തിലുള്ള ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, നമുക്കിന്ത്യയുടെ ഒരുപാട് സവിശേഷതകൾ വാക്കോരാതെ പറയാൻ സാധിക്കും. ഇന്ത്യ രാജ്യത്തിന്റെ പഴയകാല ചരിത്രം, ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യയുടെ സൗഹാർദ്ദം, ഇന്ത്യയുടെ ജനാധിപത്യം, ഇന്ത്യയുടെ മതേതരത്വം ഒരുപാട് പറയാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ രാഷ്ട്രരക്ഷക സൗഹൃദത്തിന്റെ കരുതൽ എന്ന പ്രമേയം ഈ സമയത്ത് പ്രസക്തമായി കൊണ്ടിരിക്കുന്ന ചില വശങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നമ്മുടെ നാട്ടിൽ ഈ അടുത്തടുത്ത് അല്ലെങ്കിൽ ഈ ജൂൺ 17 തീയതിയാകുമ്പോ നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്ത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ജൂൺ 17 തീയതിയാണ് ആ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ചരിത്ര ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത്, ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത്. എന്തിനായിരുന്നു ആത്മഹത്യ? ആ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ജാതിയുടെ നിഷേധത്തിന്റെ പേരിലുണ്ടായ പ്രശ്നമാണ്. അവസാനം ജാതീയ പ്രവർത്തനങ്ങൾക്ക് അതിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിൽ ആ രോഹിത് വെമുല എന്ന് പറഞ്ഞ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരു ദളിത് വിദ്യാർത്ഥി, ആ ദളിത് വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തു. അതിൽ മനം നൊന്തുകൊണ്ട് ആ രോഹിത് വെമുല എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ, ആ വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തത് നമ്മുടെ ഇന്ത്യ രാജ്യത്താണ്. ജാതിയുടെ പേരിൽ, കേവലം ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ, മറ്റു വിദ്വേഷങ്ങൾക്ക് പേരിൽ പരസ്പരം സംഘട്ടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം. മലപ്പുറം ജില്ലയിലെ കൊടുങ്ങയിൽ പ്രിയപ്പെട്ട ഫൈസൽ, ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു സുഹൃത്ത് ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നപ്പോ അസഹിഷ്ണുതയുടെ പേരിൽ ആ മനുഷ്യനെ, ആ പച്ച മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയ വളരെ ദാരുണമായ സംഭവം നടന്നത് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UP അടക്കമുള്ള പല സ്ഥലങ്ങളിലും നടന്ന നമ്മൾക്കറിയാം. രാത്രിയിലെ മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറഞ്ഞ മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടെടുത്ത് തലക്കടിച്ച് വളരെ ക്രൂരമായി കൊണ്ടെടുത്തിയതിന്റെ പേരിലാണ്. ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി, ഇപ്പോഴത്തെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അല്ലേ? ഇവിടെ കമൽ സാറിന്റെ വിഷയം പറഞ്ഞു, MP വാസുദേവനായുടെ കഥ പറഞ്ഞു. പാകിസ്ഥാനിലേക്ക് പോകാൻ പത്രസമ്മേളനം വിളിച്ച് ഈ ലോകത്തിറങ്ങി കേരളത്തിലുള്ള ആളുകളോട് ആവശ്യപ്പെടാൻ പോലും ചില ആളുകൾ തുനിഞ്ഞുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ വേദനാജനകമായ സംഭവം. ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അതിന്റെ മറവിൽ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന, ഏകാധിപതിയായി ഇന്ത്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി ഇത്തരത്തിലുള്ള ചില വിഷയങ്ങൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അവസാനം ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരീഅത്ത് ഭേദഗതി ചെയ്യാൻ മുത്തലാഖിന്റെ വിഷയം പറഞ്ഞ് മറ്റു പല വിഷയങ്ങളും ഒന്നിലെടുത്തിട്ടുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ന്യൂനപക്ഷത്തെ അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ നിഷ്കാസനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം അത് ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല, സാക്ഷാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ അവിടെയും, അതുപോലെ തന്നെ ഇസ്രായേലിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേലും ലോകത്തിന്റെ പല പശ്ചാത്തല രാജ്യങ്ങളിലും അതിന് കൂട്ടുപിടിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഏകാധിപതിയായി നരേന്ദ്രമോദിയും മുസ്ലിം ന്യൂനപക്ഷത്തെ അല്ല മുസ്ലിം സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കുന്നതിന് വേണ്ടി, നിഷ്കാസനം ചെയ്യുന്നതിന് വേണ്ടി കനഞ്ഞു പിടിച്ച ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യം നിലവിലുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വന്നിട്ടുള്ളത്.
ഇത്തരം ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന് വളരെ പ്രസക്തമായ പ്രമേയത്തിന് ഇവിടെ പ്രസക്തി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വിഷയം എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം എന്താണ്? ഇന്ത്യ എന്ന് പറയുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാനാത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്, അനൽപമായ മതങ്ങൾ, എണ്ണിയാൽ അടുക്കാൻ പറ്റാത്ത വിശ്വാസങ്ങൾ വേറെയും, മതങ്ങൾക്ക് പുറമെ വിശ്വാസങ്ങളുണ്ട്. ഇന്ത്യ രാജ്യത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്? എത്ര ഭാഷകളുണ്ട് ഇവിടെ? ഇന്ത്യ രാജ്യത്ത് എത്ര ഭാഷകൾ? ഔദ്യോഗികമായി 23 ഭാഷകളുണ്ട് ഇവിടെ. വ്യത്യസ്ത മതങ്ങളും വ്യത്യസ്ത വംശങ്ങളും വ്യത്യസ്ത സംസ്കാരങ്ങളും വ്യത്യസ്ത ഭാഷകളും വ്യത്യസ്ത വേഷങ്ങളുമൊക്കെ എല്ലാം ഒരുമിച്ച് കൂടിയിട്ടുള്ള വളരെ മനോഹരമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ രാജ്യമെന്ന ഈ പൂന്തോട്ടം, ഇന്ത്യ ഒരു പൂന്തോട്ടമാണെങ്കിൽ ആ പൂന്തോട്ടത്തിലെ വാനമ്പാടികളാണ് നമ്മളെന്ന് മഹാനായ അല്ലാമ ഇഖ്ബാൽ പാടിയതുപോലെ വളരെ സൗഹാർദ്ദാന്തരീക്ഷമുള്ള ഇന്ത്യ, വൈവിധ്യങ്ങൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള ഇന്ത്യ. ഒരുപാട് മതങ്ങൾ ഈ ഇന്ത്യയിൽ വെച്ചുകൊണ്ടുണ്ടായിട്ടുണ്ട്. ബുദ്ധമതം അതിൽപ്പെട്ടതാണ്, ജൈനമതം അതിൽപ്പെട്ടതാണ്. എന്നാൽ ഇന്ത്യ രാജ്യത്തേക്ക് ഒരുപാട് മതങ്ങൾ കടന്നു വന്നിട്ടുണ്ട്. നാം ഉൾക്കൊള്ളുന്ന പരിശുദ്ധമായ ഇസ്ലാം ഇന്ത്യ രാജ്യത്തുണ്ടായതല്ല, ഇന്ത്യയിലേക്ക് കടന്നു വന്ന പ്രത്യയശാസ്ത്രമാണ്. അല്ലേ? മുഗളന്മാർ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നവരാണ്. പാഴ്സി മതം ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്ന മതമാണ്. ക്രിസ്ത്യാനി മതം ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നതാണ്. ഇന്ത്യ എല്ലാവരെയും ഇരുകൈ നീട്ടി സ്വീകരിച്ച പാരമ്പര്യത്തിന്റെ കഥയാണ് ഇന്ത്യ രാജ്യത്തിന് പണ്ട് മുതൽക്കേ പറയാനുള്ളത്. ആരെയും ആട്ടിയോടിച്ചിട്ടില്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം 1400 വർഷങ്ങൾക്കപ്പുറത്ത് ആരായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെയും ശറഫ് ഇബ്നു മാലിക്കിന്റെയും മാലിക് ഇബ്നു ഹബീബിന്റെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ നേതൃത്വത്തിൽ അറബിക്കടലിന്റെ തിരമാലകൾ വകഞ്ഞു മാറ്റി ഈ തൊട്ടടുത്ത കൊടുങ്ങല്ലൂരിലേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശവുമായി കൊണ്ട് കടന്നു വന്നപ്പോ ഈ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന ആര്യന്മാർ, ഈ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട പിതാമഹന്മാർ അവരോട് കപ്പൽ ഇവിടെ വിടാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചിട്ടില്ല. അവരെ കണ്ട് കൈനീട്ടി പൂമാലയിട്ട് സ്വീകരിച്ചവരാണ്. ഇതാണ് ഇന്ത്യ രാജ്യത്തിന്റെ പാരമ്പര്യം. ക്രിസ്ത്യാനികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോ ഇവിടുത്തെ മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. മുസ്ലിമീങ്ങളെ ക്രിസ്ത്യാനികളെ എതിർത്തില്ല, ക്രിസ്ത്യാനികളെ മുസ്ലിമീങ്ങളെ എതിർത്തില്ല, ഇന്ത്യക്കാർ പാഴ്സികളെ എതിർത്തില്ല. അതുപോലെ മറ്റേതൊക്കെ പ്രത്യയ ശാസ്ത്രങ്ങളും വിശ്വാസങ്ങളും വിശ്വാസമില്ലായ്മകളും ഒക്കെ നമ്മുടെ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇരുകൈ നീട്ടി സ്വീകരിച്ച് പൂർണ്ണാലയിട്ട് സ്വീകരിച്ച് ഭക്ഷണം സൽക്കരിച്ച പാരമ്പര്യമാണ് ഇന്ത്യ രാജ്യത്തിനുണ്ടായിരുന്നത്. മുഗളന്മാർ രാജന്മാർ വിവരിച്ചിരിക്കണമല്ലോ രാജ്യ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ അമേരിക്കയിലേക്ക് എത്തുന്നതുമൊക്കെ. എന്നിട്ട് ഇവിടെ എന്താണ് 1857 സമരമാവട്ടെ, അല്ലെങ്കിൽ അതിനുശേഷമുള്ള സ്വാതന്ത്ര്യ സമരമാവട്ടെ, ഏത് സമരമാണ് ഈ രാജ്യത്തെ ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനി ഇവർക്ക് ശക്തി നേതൃത്വം നൽകിയത് എന്ന് മനസ്സിലാക്കാൻ നിൽക്കുകയാണ്. ഇന്നലകൾ അങ്ങനെ പറഞ്ഞു തരുന്നത് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാട്ടം നടത്താൻ മുൻപന്തിയുണ്ടായിരുന്നവരാണ്. ഇനി വേണ്ട, പഴയകാലത്തെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ മഹാനായ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹു, വലിയ മഹാനായ ടിപ്പു സുൽത്താൻ ചരിത്ര പുസ്തകങ്ങളിൽ ഒരു വർഗീയവാദിയായിക്കൊണ്ട് ഇന്നും ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ ഷഹീദ് ടിപ്പു സുൽത്താൻ. ഇവിടുത്തെ ഹിന്ദു സഹോദരന്മാരും ക്രിസ്ത്യൻ സഹോദരന്മാരും മറ്റു ചിന്താനിക്കുന്നവരും ചരിത്രപരമെന്ന് പറയുന്നത് ടിപ്പു സാഹിബ് ഈ നാടിന് വേണ്ടിയാണെന്നറിയണം, ഇന്ത്യ രാജ്യത്തിന് വേണ്ടിയാണെന്നറിയണം.
ആ ടിപ്പു സുൽത്താൻ എന്ന രാജാവ് രാജ്യം ഭരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി ഒരു പൂർണ്ണയായ പേരുള്ള ഒരു ഹിന്ദു സുഹൃത്തായിരുന്നു എന്ന് ലോകമറിയണം, ചരിത്രം പഠിക്കണം. ഒരു ഹിന്ദു സുഹൃത്തിനെ, ഒരു ഹിന്ദു വിശ്വാസിയെ തന്റെ രാജാ പദവിയുള്ളപ്പോ, പൂർണ്ണമായ അധികാരം കയ്യിലുള്ളപ്പോ പ്രധാനമന്ത്രിയായി നിശ്ചയിച്ചത് മഹാനായ ശൈഖുന ടിപ്പു സുൽത്താൻ. ടിപ്പു, ആ ബഹുമാനപ്പെട്ട ടിപ്പു അതിനുവേണ്ടി സമയം നീക്കി വച്ചിട്ടുണ്ടെങ്കിൽ ടിപ്പു സുൽത്താൻ ഷഹീദായത് എന്തിനു വേണ്ടിയാണ്? ഈ രാജ്യസ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ്. ശ്രീരംഗത്തളത്തിലെ പോരാട്ട ഭീതിയിൽ യുദ്ധഭൂമികയിൽ ഇറങ്ങി ഷഹീദായി ശത്രുക്കളോട് പോരാടിയത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഇവിടെ സ്വാതന്ത്ര്യമാണ്. അല്ലാതെ എന്തെങ്കിലും വർഗീയ ലഹളയുണ്ടാക്കിയിട്ട് ഷഹീദായവരെ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി. അതുകൊണ്ടാണ് ചാലിയത്തിലുണ്ടായിരുന്ന മുസ്ലിം കോട്ട, ചാലിയത്ത് ടിപ്പു സുൽത്താൻ ഉണ്ടാക്കിയിട്ടുള്ള കോട്ട, ആ കോട്ട തകർക്കുന്നതിന് വേണ്ടി വൈദേശിക ശക്തികൾ കടന്നു വന്ന സമയത്ത് ആ വൈദേശിക ശക്തികൾക്കെതിരെ ചാലിയത്തെ മാപ്പിളമാരും ചേർന്നുകൊണ്ടാണ് ആ കോട്ട ബ്രിട്ടീഷുകാർ, വൈദേശികാധിപത്യമുള്ള ആളുകൾ, വൈദേശിക ശക്തികൾ പിടിച്ചെടുക്കാൻ വേണ്ടി വന്നപ്പോ അവരെ ശക്തമായി നേരിട്ടുകൊണ്ട് അവരെ ഈ രാജ്യത്തു നിന്ന് തുടച്ചു നീക്കാൻ മുസ്ലിമീകൾക്കൊപ്പമുണ്ടായത് നായന്മാരായിരുന്നുവെങ്കിൽ ഇന്നലകളുടെ ചരിത്രം അതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലകളുടെ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം അതാണ്. അതുകൊണ്ട് നാം പഠിക്കണം. ഇന്ന് വളരെ പ്രശ്നം കലുഷിതമായ അന്തരീക്ഷമുണ്ടാക്കുമ്പോ മതത്തിന്റെ പേര് പറഞ്ഞ് അത് ദുരുപയോഗം ചെയ്തുകൊണ്ട് പാവപ്പെട്ട യുവാക്കളെ, പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഇന്നലകളുടെ ചരിത്രം പഠിക്കാൻ നാം ഒരാവർത്തി തയ്യാറാകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കാണാൻ സാധിച്ചത്. എത്ര മനോഹരമായ സൗഹാർദ്ദ അന്തരീക്ഷമുണ്ടായിരുന്ന കേരളമായിരുന്നു, അല്ലേ? അങ്ങാറ്റത്തിന്റെയും ഉണ്ണിയായ മുസ്ലിയാരുടെയും കഥ നമുക്കറിയാം. മഹാനായ കുഞ്ഞായ മുസ്ലിയാർ ഒരു തമാശക്കാരൻ മാത്രമായിരുന്നില്ലല്ലോ, വലിയ സൂഫി വര്യനായ ഒരു പണ്ഡിതനാണ് കുഞ്ഞായ മുസ്ലിയാർ. ആ കുഞ്ഞായ മുസ്ലിയാരുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാരാണ്. ആ ഫ്രണ്ട് എന്ന് പറയുന്നത് അങ്ങാട്ടച്ചൻ എന്ന് പറയുന്ന ഹൈന്ദവ വിശ്വാസിയാണ്. തികച്ചും ഹൈന്ദവ വിശ്വാസി, ഒരു തികച്ചും ആത്മീയതയിൽ നിൽക്കുന്ന ഒരു പണ്ഡിത വരേണ്യർ. അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. ഇന്നലകളുടെ ചരിത്രമാ. ആ സുഹൃബന്ധത്തിന് എവിടെയെങ്കിലും തകർച്ചയുണ്ടായോ? ഇവിടെ ചിലർ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഹിന്ദു രാഷ്ട്രമാണ് ഇന്ത്യ, അല്ലെങ്കിൽ ആ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറയുന്ന ആളുകൾ, അവർ ഇന്ത്യയുടെ മഹാത്മത്തെക്കുറിച്ച് മനസ്സിലാക്കണം. ഇന്ത്യ രാജ്യത്തിന് നമുക്ക് അനുവദിക്കുന്ന ഭരണഘടന, അല്ലെങ്കിൽ ഇന്ത്യയുടെ ശില്പികൾ, ഈ സ്വാതന്ത്ര്യ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യ രാജ്യത്തിന്റെ ശില്പികൾ, അവർ ആഗ്രഹിച്ച ഇന്ത്യ, നമ്മൾ ആഗ്രഹിക്കുന്ന ഇന്ത്യ, ഇന്നലകളിൽ നമ്മുടെ മഹത്വങ്ങൾ ആഗ്രഹിച്ച ഇന്ത്യ, ആ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു മുസൽമാന്റെ ഇന്ത്യയല്ല, മുസ്ലിം ഭരണം കാഴ്ചവെക്കുന്ന ഒരു ഇന്ത്യയല്ല, ഒരു ക്രിസ്ത്യൻ മതം കാഴ്ച അധികാരം കൈയാളുന്ന ഒരു ഇന്ത്യയെ കുറിച്ചല്ല, ഒരു ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഇന്ത്യയല്ല. ഈ ഇന്ത്യ രാജ്യം ലോകത്തിന് മുമ്പിൽ മാതൃകയാകുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യ രാജ്യം മാതൃകയാകുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ രാഷ്ട്രമായിട്ടല്ല, മറിച്ച് ഇവിടെ എല്ലാ രാഷ്ട്രക്കാർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ വർഗക്കാർക്കും, ജാതിക്കാർക്കുമൊക്കെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടാ. അതാണ് ഇന്ത്യ. അതാണ് നമ്മൾ, നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ സ്വപ്നം കണ്ട ഇന്ത്യ, അല്ലേ? എത്ര മതങ്ങളുണ്ടായാലും ആ മതങ്ങൾ ഇവിടെ സംഘടന ഉണ്ടാകേണ്ടതില്ല. എത്ര ഭാഷകളുണ്ട് ഇവിടെ? ഞാൻ പറഞ്ഞു, ഔദ്യോഗികമായി 23 ഭാഷകളുണ്ട് നമ്മുടെ രാജ്യത്ത്. മാത്രമല്ല വർണ്ണങ്ങളിൽ വ്യത്യാസമില്ലേ? നമ്മുടെ കേരളത്തിലുള്ള നിറമാണോ കശ്മീരിൽ പോയാൽ കാണുക? ഒരുപക്ഷെ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ ഇരുനിറക്കാരാണ്, എന്നാൽ ചില ഭാഗത്ത് പോയാൽ നല്ല കറുത്ത ആളുകൾ കാണാം, വളരെ ബ്ലാക്ക്. ആ രീതിയിലുള്ള ആളുകൾ നമുക്ക് ഇന്ത്യയിൽ കാണാം. എന്നാൽ ആപ്പിൾ കളർ പോലെ കശ്മീരിലെ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യ രാജ്യത്ത് തന്നെ വ്യത്യസ്തങ്ങളായ കളറുകളിലാണ് മനുഷ്യന്മാരുള്ളത്.
തൊലി നിറത്തിൽ പോലും വ്യത്യാസമുണ്ട്. ആ തൊലി നിറത്തിലുള്ള വ്യത്യാസം പ്രശ്നമല്ലാത്ത ഭാഷ നോക്കൂ, വ്യത്യസ്ത ഭാഷകൾ, ആ ഭാഷ പ്രശ്നമല്ലാത്ത, ജാതി പ്രശ്നമല്ലാത്ത, മതം പ്രശ്നമല്ലാത്ത, മതവിശ്വാസിക്കും ഇന്ത്യ, മതമില്ലാത്തവർക്കും ഇന്ത്യ. അല്ലേ? ഇവിടുത്തെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ പാർലമെന്റിൽ നോക്കിയിട്ട് ഈ പാർലമെന്റിന്റെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ നിയമസഭയിലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. അതിനുള്ള സ്വാതന്ത്ര്യവും അധികാരവുമുള്ള നാടാണ്. എത്ര മനോഹരമായ നാടാണ്, എത്ര മനോഹരമായ ഒരു രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലകളിൽ സൗഹാർദ്ദത്തോടുകൂടി കടന്നുകൂടിയ കഴിഞ്ഞുപോയ ഒരു കാലം നമുക്ക് ഓർമ്മയുണ്ട്. അതാ ഞാൻ പറഞ്ഞു വന്നത്, മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും അവർ വെറും രണ്ട് വ്യക്തികളല്ല, രണ്ട് പ്രതീകങ്ങളായിരുന്നു. സ്നേഹത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ പ്രതീകങ്ങൾ. കുഞ്ഞായി മുസ്ലിയാരും സൂഫിയുമായ മനുഷ്യൻ, ആ പണ്ഡിതൻ പരിശുദ്ധമായ പള്ളിയിൽ നിന്ന് ബാങ്കുലി കേട്ടാൽ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകും. കൂടെ ആരുണ്ടാകും? കുഞ്ഞായി മുസ്ലിയാരുടെ കൂടെ എപ്പോഴും മങ്ങാട്ടച്ചനുണ്ടാകും. മങ്ങാട്ടച്ചനോട് കുഞ്ഞായി മുസ്ലിയാർ പറയാം, കുഞ്ഞായി മുസ്ലിയാർ പറയും, മങ്ങാട്ടച്ചാൻ റോഡിൽ നിൽക്കുക, ഞാൻ എന്റെ പള്ളിയിൽ പോയി നിസ്കരിച്ചു വരാം. കുഞ്ഞായി മുസ്ലിയാർ പള്ളിയിൽ പോകുന്നു. അവിടെ ഇഖാമത്തൊക്കെ കൊടുത്ത് ജമാഅത്ത് കഴിഞ്ഞ് പ്രവാസികൾ നിസ്കരിച്ച് ദുആയും കഴിഞ്ഞ് കുഞ്ഞായി മുസ്ലിയാർ തിരിച്ചു വരുന്നത് വരെ മങ്ങാട്ടച്ചൻ പള്ളിയുടെ അരികത്ത് റോഡിൽ കാത്തിരിക്കുകയാണ്. ഒരസഹിഷ്ണുതയും അവിടെ ഉണ്ടായിട്ടില്ല. അവിടെയാണ് വൈവിധ്യം, ഇവിടെയാണ് വൈവിധ്യം. വൈവിധ്യ സമ്പന്നമായ ഇന്ത്യ. കുഞ്ഞായി മുസ്ലിയാർ പള്ളിയിൽ പോയപ്പോ കാത്തിരിക്കാൻ മങ്ങാട്ടച്ചനൊരു വൈമനസ്യമുണ്ടായില്ല. എന്നാ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞോ, എടാ മങ്ങാട്ടച്ച എന്റെ കൂടെ വാ, നീയും പള്ളിയിൽ വരണം, നിർബന്ധമാണ് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചില്ല. പള്ളിയിലേക്ക് കുഞ്ഞായി മുസ്ലിയാർ മങ്ങാട്ടച്ചനെ കൊണ്ടുപോയില്ല. അവർ യാത്ര തുടർന്നു പോകുമ്പോ അമ്പലത്തിന്റെ അരികത്തെത്താൻ, ക്ഷേത്രത്തിന്റെ വളപ്പിന്റെ അരികത്തെത്തുമ്പോ മങ്ങാട്ടച്ചൻ കുഞ്ഞായി മുസ്ലിയാരോട് പറയാണ്, പ്രിയപ്പെട്ട കുഞ്ഞായി മുസ്ലിയാർ, എനിക്കൊന്ന് തൊഴുതു വരണം, ഞാൻ അമ്പലത്തിൽ പോകട്ടെ, നിങ്ങളിവിടെ വെയിറ്റ് ചെയ്യൂ. മഹാനായ വലിയായ സൂഫി വര്യനായ കുഞ്ഞായി മുസ്ലിയാർ റോഡരികിൽ അമ്പലത്തിന്റെ മുറ്റത്ത്, അമ്പലത്തിന്റെ അരികത്തുള്ള റോഡിൽ കാത്തിരിക്കുകയാണ്. മങ്ങാട്ടച്ചൻ അമ്പലത്തിന് ബിംബങ്ങളെ തോഴാൻ പോയിരിക്കുകയാണ്, കാത്തിരിക്കുന്നു. അവിടെ സഹിഷ്ണുതയില്ല. മങ്ങാട്ടച്ചൻ കുഞ്ഞായി മുസ്ലിയാരോട്, വരൂ, നിങ്ങളൊന്നൊരു എന്റെ കൂടെ അമ്പലത്തിൽ വന്നേ മതിയാകൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള സാഹോദര്യം, സൗഹാർദ്ദം ഇന്നലകളിൽ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. മഹാനായ മമ്പുറം തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേര് കോന്തുനായർ എന്നാണ്. മമ്പുറം തങ്ങൾ ആരാണ്? വൈദേശികാധിപത്യത്തിനെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച മഹാനായ വലിയ ആത്മീയ ധൈര്യം പകർന്ന മഹാനായ സയ്യിദ് അലവിയിൽ മമ്പുറബി ആ മമ്പുറം തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി കോന്തുനായരാണ്. വളരെ കൂടുതൽ സമയവും പള്ളിയിൽ എത്തിക്കാത്തിരുന്ന് അള്ളാഹുമായി ബന്ധം സ്ഥാപിച്ച മമ്പുറം തങ്ങളുടെ പ്രൈവറ്റ് സെക്രട്ടറി കോന്തുനായരോട്, പ്രിയപ്പെട്ട കോന്തുനായർ, അന്ന് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാക്കാൻ അനുവദിക്കില്ല എന്ന് മമ്പുറം തങ്ങൾ പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ കാണേണ്ടത്, അവിടെയാണ് നമ്മൾ കാണേണ്ടത്. മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും ജീവിച്ച കേരളത്തിൽ, മമ്പുറം തങ്ങളും കോന്തുനായരും ജീവിച്ച ഈ കൊച്ചു കേരളത്തിൽ ബഹുമാനപ്പെട്ട സാമൂതിരി രാജാവ്, അതോടൊപ്പം കുഞ്ഞാലും വരക്കാർമാരും ഈ രാജ്യത്ത് ജീവിച്ചത് എങ്ങനെയാണ്? ആ രീതിയിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലേ? കുഞ്ഞാലി മരക്കാർമാർ ജീവൻ കൊടുത്തത് ആർക്കു വേണ്ടിയാണ്? അവസാനം ഒറ്റുകാരാൽ ഒറ്റപ്പെട്ടെങ്കിലും ഈ സാമൂതിരി രാജാവിന് ശക്തി പകർന്നതാരാ? അവിടെയൊന്നും മതം നോക്കിയുള്ള പ്രവർത്തനമായിരുന്നില്ല, അവിടെയൊന്നും മതം നോക്കിയുള്ള പ്രശ്നമായിരുന്നില്ല ഉന്നയിച്ചിരുന്നത്. ഇന്നലകളുടെ മനോഹരമായ കേരളത്തിന്റെ ചിത്രം അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ഐക്യത്തോടെ, സൗഹാർദ്ദത്തോടെ, സന്തോഷത്തോടെ എല്ലാ വിഷയത്തിനും മുൻപന്തിയിലുണ്ടായിരുന്നു, മതം നോക്കാതെയായിരുന്നു. ആ ഒരു ഇന്നലകൾ തിരിച്ചു പിടിക്കാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അവിടെയാണ് അങ്ങനെയുള്ള ഒരു ഇന്ത്യ രാജ്യത്തിന്റെ ഇന്നത്തെ സ്ഥിതിയാണ് എന്റെ പ്രിയപ്പെട്ടവർ നമ്മൾ പറഞ്ഞത്. ഈ രീതിയിലൊക്കെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്ക് മറ്റൊരു മതത്തിലേക്ക് പോകാം. അതിനൊരു തടസ്സവുമില്ലാത്ത ഭരണഘടനയുള്ള രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ രാജ്യത്തിന്റെ സൗഹൃദത്തിന് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആളുകൾ ആരൊക്കെയാണ്? ഈ മഹത്തുക്കളൊക്കെ അല്ലേ? അവിടെ മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും തോളോട് തോൾ ചേർന്ന് പടപ്പെടുത്തിയ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇന്നലകളിൽ. ഇവിടെ നമ്മൾ സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആരാണ് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ഏതെങ്കിലും മതങ്ങളാണോ? ഇവിടെയുള്ള ഏതെങ്കിലും മതം ഈ രീതിയിലുള്ള ഏതെങ്കിലും ഒരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഉൾക്കൊള്ളുന്ന ഇസ്ലാം, ആ ഇസ്ലാമിന്റെ മനോഹാരിത എന്താണ്? എത്ര ശാന്തസുന്ദരമാണ് ഇസ്ലാം, എത്ര സ്നേഹമാണ് ഇസ്ലാം. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തവരാരാ? ഇസ്ലാമിനെ കുറിച്ച് എതിർക്കുന്ന ധാരാളം ആളുകളുണ്ട്. എന്നാൽ നമ്മേക്കാൾ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ച് അവർക്കറിയാം. ഈ രാജ്യത്തെ എതിർത്തുകൊണ്ടിരിക്കുന്ന, ഇസ്ലാമിനെ ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നമ്മളെക്കാൾ കൂടുതൽ ഇസ്ലാമിനെ കുറിച്ചറിയാം. അവർ ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി പഠിക്കുന്നവരാണ്. ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടിയാണ് അവർ പഠിക്കുന്നത്. അവർ ഖുർആൻ പരിഭാഷ സംഘടിപ്പിച്ച് പഠിക്കുന്നു. എന്തിനു വേണ്ടി? ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി. ഗൂഗിൾ സെർച്ച് ചെയ്തുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ അവർ ശ്രമിക്കുന്നു. ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഇസ്ലാമിനെ എതിർക്കാൻ വേണ്ടി. എവിടെയാണ് എന്തെങ്കിലും ഒരു വള്ളിപ്പുള്ളി കിട്ടുക എന്ന് നോക്കി നടക്കുന്ന ആളുകളുണ്ട്. അവസാനമുണ്ടാവാറുള്ളത് അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രംഗമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇസ്ലാമിന്റെ വളർച്ച ഈ രീതിയിലാണ്. ഇസ്ലാമിനെ എതിർക്കാൻ പലരും കറ്റകെട്ടി ഇറങ്ങുമ്പോ ജനങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ എന്താണ് ഇസ്ലാം എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അവർ പഠിക്കുന്ന ഇസ്ലാം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും പ്രത്യയശാസ്ത്രമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഓരോരുത്തരെ പോലും നോവിക്കാൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, തമാശയിൽ പോലും പച്ചക്കള്ളം പറയരുതെന്ന് പഠിപ്പിച്ചിട്ടുള്ള, തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോ വേറെ ഉള്ളുന്നവർ എന്റെ സമുദായത്തിൽപ്പെട്ടവനല്ല എന്ന് പഠിപ്പിച്ച, തന്റെ വീട്ടിൽ രുചികരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നിനക്ക് മാത്രമേ തികയൂവെങ്കിൽ അതിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചിട്ടെങ്കിലും എന്റെ അയൽവാസിക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. തന്റെ വീട്ടിന്റെ മുറ്റത്ത് ഒരു വടാവൃക്ഷമുണ്ടെങ്കിൽ ആ വൃക്ഷത്തിന്റെ ചില്ലകൾ തന്റെ അയൽപക്കത്ത് താമസിക്കുന്നവർക്ക് കാറ്റോ വെളിച്ചമോ വായുവോ തടയുന്നുണ്ടെങ്കിൽ അതിന്റെ ചില്ല വെട്ടിമാറ്റണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. തന്റെ വീട്ടിന്റെ വലിയ കന്മതിലുകൾ, ആ കന്മതിൽ തന്റെ അയൽവാസിക്ക് ഭീഷണിയാണെങ്കിൽ പൊളിച്ചു മാറ്റണമെന്ന് പഠിപ്പിച്ച പരിശുദ്ധ ഇസ്ലാം. ആ ഇസ്ലാമിനൊക്കെയാണ് ഈ വിമർശകന്മാർ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമ്പോ അവർക്ക് വായിക്കാൻ സാധിക്കുന്നത്. പ്രകൃതിയെ വല്ലാതെ സ്നേഹിച്ച ഇസ്ലാം, മനുഷ്യനമല്ലാതെ സ്നേഹിച്ച ഇസ്ലാം, ഈ ലോകത്തെ കുറിച്ച് ചില മേഖലകളും ചർച്ച ചെയ്യപ്പെട്ട ഇസ്ലാം, തൊട്ടിൽ മുതൽ കത്തിൽ മയ്യത്ത് കത്തിൽ വരെ വളരെ വിശദമായി പ്രതിപാദിച്ച ഇസ്ലാം, പ്രപഞ്ചത്തിന്റെ സകല വിശേഷണങ്ങളും എഴുതപ്പെട്ട ഇസ്ലാം, സൗരയൂഥങ്ങളെ കുറിച്ച് കൃത്യമായി എഴുതപ്പെട്ട ഇസ്ലാം, ലോകത്തെല്ലാ വിഷയത്തെക്കുറിച്ചും ചർച്ച ചെയ്ത ഒരു ഇസ്ലാം, ഒരു പ്രത്യയശാസ്ത്രമുണ്ടെങ്കിൽ അത് ഇസ്ലാം എന്ന് ലോകത്തിന് മുമ്പിൽ ഇന്ന് ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും കണ്ടെത്താൻ സാധിക്കുകയാണ്. ശാസ്ത്രലോകം കുതിച്ചുകൊണ്ടിരിക്കുമ്പോ, ബഹിരാകാശങ്ങളിൽ ഹോട്ടലുകൾ നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോ, അതിനുവേണ്ടി ഒന്നല്ല രണ്ടല്ല ഒരുപാട് പുരുഷായുസ്സും കോടിക്കണക്കിന് ഡോളറുകളും ചെലവഴിച്ചുകൊണ്ട് ശാസ്ത്രലോകം ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുമ്പോ, പുതിയ കണ്ടുപിടുത്തൊക്കെ കണ്ടുപിടിച്ച് കുറച്ച് കഴിയുമ്പോ പരിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരായത്ത് വ്യാഖ്യാനം നോക്കുന്ന സമയത്ത് ഈ കണ്ടുപിടുത്തം അതായിരുന്നു എന്ന് ലോകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. പല ശാസ്ത്രജ്ഞന്മാരും പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിട്ടുണ്ട്. ക്ലോണിംഗ് പോലെ, ദൈവഗണം പോലെ, സ്ഫോടനങ്ങളെ പോലെ, പോലെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ആ ഭാഗത്തേക്ക് പോയാൽ കാണാൻ സാധിക്കുകയാണ്. ശാസ്ത്രലോകം പരിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ഒരുപാട് സംഭവങ്ങളുണ്ട്. അതാണ് പരിശുദ്ധ ഇസ്ലാം. അല്ലേ? ഒരു മനുഷ്യൻ ഒരു മരവൃക്ഷത്തൈ നടാൻ വേണ്ടി പോവുകയാണ്. വൃക്ഷത്തൈ നടാൻ വേണ്ടി പോകുന്ന മനുഷ്യൻ വലിയ കുഴി കുഴിച്ച് ആ കുഴിയിലേക്ക് കൈ വെക്കുന്ന സമയത്ത് പരഘോഷത്തിന് ഒരാൾ വിളിച്ചു പറയുകയാണ്, എടാ മുഹമ്മദ്, ഈ വൃക്ഷത്തൈ നടേണ്ടതില്ല. കാരണം ഇന്ന് ഖിയാമത്ത് നാളാണ്, അല്ലെങ്കിൽ നാളെ രാവിലെ ഖിയാമത്ത് നാൾ 1-ാം തീയതിയാണ്.
അതുകൊണ്ട് നീ മരം പിടിപ്പിച്ചിട്ട് ഒരു ഉപകാരവുമില്ല, അതുകൊണ്ട് നീ അതിൽ നിന്ന് പിന്മാറുക എന്നൊരാൾ പുറകുവശത്ത് നിന്ന് വന്ന് പറഞ്ഞാൽ പോലും ആ വൃക്ഷത്തെ നട്ടുപിടിപ്പിക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതം ലോകമുണ്ടെങ്കിൽ അതാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാം അങ്ങനെയാണ്. മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ള ഒരു സദസ്സിന്റെ അരികത്തുകൂടി ഒരു മനുഷ്യന്റെ ജഡവുമായി കൊണ്ട് ഒരു വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ മനുഷ്യൻ ഇസ്ലാമല്ല, ആ ജഡം മുസ്ലിമിന്റെ ജഡമല്ല, ആ മയ്യിത്ത് മുസ്ലിമിന്റെ മയ്യിത്തല്ല എന്ന് മാത്രമല്ല, ഇസ്ലാമിനെ അതിനിശ്ചിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന, ഇസ്ലാമിനെ സമയം കിട്ടുമ്പോഴൊക്കെ എതിർത്തുകൊണ്ടിരുന്ന ഇസ്ലാമിന്റെ ശത്രുവിന്റെ ശവമഞ്ചലുമായി കൊണ്ട് ഒരു വിലാപയാത്ര പ്രവാചക സന്നിധിയുടെ അരികത്തുകൂടി നടന്നു പോയപ്പോ ആദരപൂർവ്വം എഴുന്നേറ്റ് നിന്നു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബാക്കൾ ചോദിച്ചു, പ്രത്യേകിച്ച് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് ചോദിച്ചു, എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അതൊരു മുസ്ലിമിന്റെ ശവമല്ലല്ലോ, അതൊരു മുസ്ലിമിന്റെ മയ്യിത്തല്ലല്ലോ നബിയെ, അതൊരു അമുസ്ലിമാണെന്ന് മാത്രമല്ല, ഇസ്ലാമിനെ വളരെ നിശ്ചിതമായി എതിർത്തുകൊണ്ടിരുന്ന ഒരു ഇസ്ലാമിന്റെ ശത്രുവിന്റെ മയ്യിത്താണല്ലോ. അവിടെ പ്രവാചകന്റെ മറുപടി മാനവികതയായിരുന്നു. മാനുഷിക പരിഗണന കൊടുക്കണമെന്ന് പഠിപ്പിച്ച ഒരു മതമുണ്ടെങ്കിൽ ഇസ്ലാമാണ്. അപ്പോ ഒരാൾ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചാൽ അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇസ്ലാം വളരെ ശാന്തസുന്ദരമാണ്, വളരെ സൗഹാർദ്ദപരമായ മതമാണ് ഇസ്ലാം. എന്നാൽ യഥാർത്ഥം ഇതായിരിക്കെ ഇസ്ലാമിനെ കുറിച്ച് പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് തീവ്രവാദത്തിന്റെ പ്രത്യയശാസ്ത്രമാണ്, വാളുകൊണ്ടുണ്ടായ മതമാണ്, മറ്റു ഭീകര പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ ഉദാഹരണങ്ങൾ കാണിച്ചു കൊടുക്കാൻ ലോകത്തിന്റെ പല ദിക്കുകളിലും പല വിവരദോഷങ്ങളും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഖേദകരമാണ് കൂട്ടരെ. അല്ലേ, ഇവിടെ വർഗീയവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർ ഉദാഹരണങ്ങൾ കാണിക്കുന്നത് എന്താണ്? ഇപ്പൊ കാര്യമായിട്ട് കാണിക്കുന്നത് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് ISIS എന്ന പേരുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേരിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സംഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്ലാം എന്ന് പറയുന്നത് തീവ്രവാദത്തിന്റെയും കൊലപാതകത്തിന്റെയും ഒക്കെ മതമാണ് എന്ന് ഇവിടുത്തെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള വസ്തുതയാണ്. അവർ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ ISIS എന്ന് പറയുന്ന ഈ സംഘടന അത് ഇസ്ലാമിക സംഘടനയാണോ? അല്ല, ഇസ്ലാമിന്റെ സിംബലുകളല്ല. വേൾഡ് ട്രേഡ് സെന്റർ തകർത്ത ഒസാമ ബിൻ ലാദൻ ഇസ്ലാമിന്റെ സിംബലല്ല. ദാവൂദ് ഇബ്രാഹിമിനെ പോലെ അതുപോലെ തന്നെ മറ്റാരൊക്കെയുണ്ടോ തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ഈ രാജ്യത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരൊന്നും ഇസ്ലാമിന്റെ സിംബലുകളല്ല. ഇസ്ലാമിന്റെ സിംബലുകൾ, ഇസ്ലാമിന്റെ അടയാളങ്ങൾ, ഇസ്ലാമിന്റെ മുൻനിരക്ക് അവരാരുമല്ല. ഇസ്ലാമിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. എന്നാൽ IS എന്ന് പറയുന്നത് ഇസ്ലാം പോലുമല്ലാത്ത, മുസ്ലിം പോലുമല്ലാത്ത ഒരു വ്യക്തിയെ സ്വയം ഖലീഫയായി പ്രഖ്യാപിപ്പിച്ച് സകല ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ട് തലപ്പത്ത് നിർത്തിയിട്ട് ഇവിടെ ചില പ്രവർത്തനങ്ങൾ ചില ആളുകളുടെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ഇവിടെ ചില ആളുകൾ പടച്ചുണ്ടാക്കിയ ഒരു സംഘടനയാണ് ISIS എന്ന് പറയുന്നത്. അല്ലേ, ഈ അടുത്ത് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവനായിരുന്ന സ്നോഡൻ വെളിപ്പെടുത്തിയ ഒരു വെളിപ്പെടുത്തലിൽ വളരെ കൃത്യമായി അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. IS എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തുള്ള അബൂബക്കർ ബഗ്ദാദി എന്ന് പറഞ്ഞ മനുഷ്യൻ അയാൾ മുസ്ലിമല്ല എന്നാണ് ആ സ്നോഡന്റെ അഭിപ്രായം. മുസ്ലിം പോലുമല്ല. മുസ്ലിം പോലുമല്ലാത്ത ഒരു മനുഷ്യനെ പണം കൊടുത്തെടുത്തുകൊണ്ട് ആ മനുഷ്യനെ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിയുടെ ചാരസംഘടനയായ മൊസാദിന്റെ ട്രെയിനിങ് ക്യാമ്പിൽ പരിശീലനം കൊടുത്തുകൊണ്ട് 1 വർഷത്തോളം അവിടെ വെച്ചുള്ള പരിശീലനം കൊടുത്ത് എല്ലാ ട്രെയിനിങ്ങും കൊടുത്തുകൊണ്ടാണ് അബൂബക്കർ ബഗ്ദാദി എന്ന് പറഞ്ഞ ആ മനുഷ്യനെ സ്വയം പ്രഖ്യാപിത ഖലീഫയായി പ്രഖ്യാപിച്ചുകൊണ്ട് IS ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന പേരിൽ ഒരു സംഘടന ഇസ്രായേലും സാക്ഷാൽ അമേരിക്കയും ഉണ്ടാക്കിയിട്ട് അബൂബക്കർ ബഗ്ദാദിയെ അതിന്റെ തലപ്പത്തുണ്ടാക്കി ഒരുപാട് പ്രവർത്തകന്മാരെ അതിന്റെ കീഴിലുണ്ടാക്കിയിട്ടാണ് അവർ ഇവിടെ ഇസ്ലാമിക പ്രബോധനമല്ല ലക്ഷ്യം,
മറിച്ച് ഇസ്ലാമിനെ തകർക്കലാണ്, ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യലാണ്, ഇസ്ലാമിനെ നശിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. അതൊരു മുസ്ലിം സംഘടനയല്ല, അത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഉൽപ്പന്നമാണ് IS എന്ന് പറയുന്നത്. അതിന്റെ തെളിവുകൾ നമ്മൾ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന അമേരിക്ക എന്ത് ഈ IS-നെതിരെ കാണാവുടിയാടാൻ കഴിഞ്ഞ ഭരണകാലത്ത് സാക്ഷാൽ ഒബാമയോ മറ്റാരെങ്കിലും തയ്യാറാകാതെ പോയത്? എന്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ നേതൃത്വത്തിൽ IS-നെതിരെ ഒരു പോരാട്ടം നടക്കാത്തത്? അതിന്റെ പിന്നിൽ അഥവാ IS-ന്റെ ആ പിതാവ് എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേൽ പോലുള്ള പാശ്ചാത്യ രാജ്യങ്ങളാണ്. അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനയാണ്. എന്നിട്ട് ഈ IS എന്ന് പറയുന്നവർ ഇസ്ലാമിന്റെ പേരിലുള്ള സംഘടനയാണ് എന്ന് ആരെങ്കിലും ആരോപിക്കുന്നുവെങ്കിൽ, ആക്ഷേപിക്കുന്നുവെങ്കിൽ, സംശയിക്കുന്നുവെങ്കിൽ അവരോടായി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്, ഓർമ്മപ്പെടുത്താനുള്ളത് മറ്റൊന്നുമില്ല. എന്താണ് ഇസ്ലാമിന് വേണ്ടി അവർ ചെയ്യുന്നത്? IS എന്ന് പറയുന്ന ഈ സംഘടന എന്താണ് ഇസ്ലാമിന് വേണ്ടി ചെയ്തത്? അവരുടെ ഒരു പതിപ്പുണ്ട് നമ്മുടെ നാട്ടിലും NDF എന്ന പേരിൽ. അവരുടെ പതിപ്പുണ്ട് നമ്മുടെ നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്നവർ. അവരെ കൊണ്ട് എന്ത് നേട്ടമാണ് ചെയ്തത്? ആ IS എന്ന് പറയുന്ന സംഘടന ഈ രാജ്യത്ത് ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം എന്താണെന്നറിയോ? അവർ ചെയ്ത പ്രവർത്തനം സിവിലിയന്മാരായ നിരപരാധികളായ അന്യമതത്തിൽപ്പെട്ട ആളുകളെ കൂട്ടിക്കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടുവന്ന് ജനമായ മരുഭൂമിയിൽ കൊണ്ടുപോവാൻ, മരുഭൂമിയിൽ കൊണ്ടുപോയി അവരെ കഴുത്ത് അറുത്തു മാറ്റുന്നത് വീഡിയോയിൽ പകർത്തുകയാണ്. അങ്ങനെ വീഡിയോയിൽ പകർത്തിയിട്ട് അത് ക്ലിപ്പാക്കിയിട്ട് ലോകത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുകയാണ്. ഇതേ ഇസ്ലാമാണോ? ഇസ്ലാമല്ല. ഇത് ഇസ്ലാമിന് വേണ്ടി ചെയ്യാണോ? ഒരു യുദ്ധത്തിന് പോകുമ്പോൾ പോലും കുട്ടികളെയും നിരപരാധികളെയും വൃക്ഷങ്ങളെയും പ്രായമുള്ളവരെയും ആക്രമിക്കാത്തവരെയും ഒക്കെ വളരെ കൃത്യമായി സൂക്ഷിക്കണം, സംരക്ഷിക്കണമെന്ന് പഠിപ്പിച്ച മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുയായികൾ ഒരു നിരപരാധിയായ ഒരു മനുഷ്യനെ, പച്ചയായ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് അവന്റെ കഴുത്തിൽ കത്തി വെച്ചിട്ട് ആ രക്തം തുളുമ്പുന്ന ചിത്രം അത് ചിത്രീകരിച്ച് ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചത് ആർക്കു വേണ്ടിയാണ്? ഇസ്ലാമിന് വേണ്ടിയല്ല, അത് അമേരിക്കക്ക് വേണ്ടിയാണ്, അത് ഇസ്രായേലിന് വേണ്ടിയാണ്. കാരണം എന്താണെന്നറിയോ? ഇസ്ലാം വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചപ്പോ ഇസ്ലാമിനെ ആകൃഷ്ടരായ ഒരു വലിയ വിഭാഗം ലോകത്തുയർന്നു വരുന്നു എന്ന് കണ്ടപ്പോ അവരെ തടയിടാൻ വേണ്ടി ഇവർ ചെയ്ത കണഞ്ഞു പിടിച്ച ശ്രമത്തിന്റെ ഭാഗമായിട്ടുണ്ടായ ഒരു സംഘമാണ് IS എന്ന് പറയുന്ന സംഘടന. ആ IS-ന്റെ അനുയായികൾ എത്ര? 100,000 ആളുകളാണുള്ളത്. ആ 100,000 അനുയായികളെ വെച്ചുകൊണ്ട് IS ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ്? നോക്കൂ നിങ്ങൾ, അവർ ചെയ്ത നേട്ടം എന്താണെന്നറിയോ? ഇസ്ലാമിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ മദീനത്തിൽ മുനവ്വറയുടെ തൊട്ടടുത്ത് പോലും ബോംബ് സ്ഫോടനം നടത്തലാണോ ഇസ്ലാം? അല്ലല്ലോ. ഇസ്ലാമിന് ഒരു നയാ ബന്ധം പോലും IS-യുമായിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ എന്റെ പ്രിയപ്പെട്ട അന്യമതസ്ഥർ ശ്രമിക്കണമെന്നാണ് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ആ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഘടനയുടെ പ്രവർത്തനത്തിലേക്ക് വളരെ വേദനാജനകമായി പറയട്ടെ, നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നിന്ന് പോലും പലരും അതിൽ ആകൃഷ്ടരായി എന്ന ആരോപണം സത്യമാണോ അല്ലേ? അല്ലാഹു ആലം. ആരോപണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം ഇവിടെയുണ്ട്, പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരെ എങ്ങനെയാണ് അത്തരത്തിലേക്കുള്ള ഒരു വിഷയത്തിലേക്ക് ആകൃഷ്ടരാക്കിയത്? അതിന്റെ പിറകിൽ പ്രവർത്തിച്ചതാരാണ്? അതിവിടെ സലഫികളെ കുറിച്ച് പുത്തൻ പ്രസ്ഥാനക്കാരുടെ ആളുകളിൽ നിന്ന് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു? അല്ലേ? ആ അനുയായികൾ എന്തുകൊണ്ട് ഇത്തരത്തിൽ റിക്രൂട്ട്മെന്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോയി? അവർ വിചിന്തനം നടത്തേണ്ടതാണ്, വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ട വിഷയമല്ലേ? നമ്മുടെ മക്കൾക്ക് തീവ്രവാദത്തിന്റെ എന്തെങ്കിലും ചിന്തയോ എന്തെങ്കിലും ധ്വനിയോ ആ ഭാഗത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അവരുടെ പിതാക്കന്മാർ അവർ ഉൾക്കൊള്ളുന്ന സംഘടന അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കണം, പ്രതിരോധിക്കണം, തെറ്റുകൾ തിരുത്താൻ തയ്യാറാകണം. എന്നാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പാത അതല്ല. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തനത് ശൈലി ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്താണ്.
അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ IS-നെ നോക്കിയിട്ട് ആരും ഇസ്ലാമിനെ പഠിക്കരുത്. സാധാരണ നോക്കി ആരും ഇസ്ലാമിനെ പഠിക്കരുത്. ലോകത്ത് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ആരെങ്കിലും മുസ്ലിം നാമധാരികൾ ഉണ്ടാകുമ്പോ അത് നോക്കിയിട്ട് ആരും ഇസ്ലാമിനെ പഠിക്കരുത്. അങ്ങനെ ഇസ്ലാമിനെ പഠിക്കുന്നവർ എന്തുകൊണ്ട് ഗുജറാത്തിൽ 2000-ഓളം വരുന്ന പാവപ്പെട്ട നിരപരാധികളായ മുസ്ലിം സ്ത്രീകളെയും പുരുഷന്മാരെയും അതിനിഷ്ഠൂരമായി ഗുജറാത്തിന്റെ തെരുവീതിയിൽ സാക്ഷാൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒന്ന് കുഴിച്ചു മൂടിയപ്പോ ആരും അതൊരു മതത്തിന്റെ പേര് വെച്ച് ഒരു മതം, ആ മതം തീവ്രവാദ മതമാണ് എന്ന് നമ്മൾ ആരെങ്കിലും പറഞ്ഞോ? നമുക്ക് പറയാൻ സാധ്യമല്ല. കാരണം അത് ചില വ്യക്തികളുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രശ്നമാണ്. ഒരു മതം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അല്ലേ? ഗർഭിണികളായ നമ്മുടെ സ്ത്രീകളെ, ഗർഭം ചുമന്ന് 8 മാസവും 9ാമത്തെ മാസവും ഒക്കെയുള്ള ഗർഭിണികളായ പെൺകുട്ടികളെ നടി റോഡിലേക്ക് വലിച്ചയച്ച് കൊണ്ടുവന്ന് വായിച്ചത്ത് കടാര കുത്തിയിട്ട് പിച്ചു പൈതലിനെ പുറത്തെടുത്ത് ആ റോഡിലുണ്ട് തെറിക്കുന്ന രീതിയിൽ അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തിയത് ഗുജറാത്തിന്റെ തെരുവീതികളിലാണ്. ആ തെരുവീതികളിൽ നടന്ന ആ നരനായാണ് അതൊരു മതത്തിന്റെ പേരിൽ വെച്ചുകെട്ടാൻ ഇവിടുത്തെ ഒരു മുസ്ലിമും തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ആ നരനായാട്ട് ഹൈന്ദവന്റെ പേരിൽ വെച്ചുകെട്ടാതെ, അതുപോലെ ഇത് മുസൽമാന്റെ പേരിൽ വെച്ചുകെട്ടാതെ, നിങ്ങൾക്കറിയില്ല മുൻകാലത്ത് വിയറ്റ്നാമിൽ സാക്ഷാൽ അമേരിക്ക തന്നെ വിയറ്റ്നാമിൽ പോയിട്ട് അവരുണ്ടാക്കിയൊരു രാസവസ്തു പരീക്ഷിക്കുകയുണ്ടായി. ആ രാസവസ്തു പരീക്ഷണം നടത്തിയപ്പോ 30 ലക്ഷം മനുഷ്യ മക്കളുടെ ജീവനുകളാണ് അവിടെ നശിച്ചത്. 30 ലക്ഷം മനുഷ്യ മക്കൾ. എന്ത് ചെയ്തു ആ മക്കൾ? എന്ത് ചെയ്തു ആ മനുഷ്യന്മാർ? ആ മനുഷ്യന്മാരെ അമേരിക്കയുണ്ടാക്കിയ ആ ഒരു രാസവസ്തു പരീക്ഷിക്കുന്നതിന് വേണ്ടി അവിടെ കൊണ്ടുപോയി അങ്ങ് നിക്ഷേപിച്ചപ്പോ 30 ലക്ഷം മനുഷ്യ മക്കളാണ് മരിച്ചുപോയത്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറാഖിന്റെയും അഫ്ഗാനിസ്ഥാനിന്റെ മലമടക്കുകളും ഇറാഖിന്റെ തെരുവീതികളിലും അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും സാക്ഷാൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടത്തിൽ നിരപരാധികളായ എത്ര പാവപ്പെട്ട മനുഷ്യ മക്കൾക്കാണ് ജീവാനി സംഭവിച്ചത്. അമേരിക്ക നയിച്ചത്, അമേരിക്കക്ക് നേതൃത്വം നൽകിയത് ക്രിസ്ത്യാനി അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ലോകത്തേതെങ്കിലും ഒരു മുസ്ലിം ക്രിസ്തു മതത്തിന്റെ പേരിൽ അത്തരം സംഭവങ്ങൾ വെച്ചു കെട്ടിയോ? ഇല്ല. അവിടെ അങ്ങനെ പ്രശ്നമുണ്ടായതുകൊണ്ട് ക്രിസ്തു മതം എന്ന് പറയുന്നത് അത് പ്രശ്നമുണ്ടാക്കുന്ന മതമാണ്, അല്ലെങ്കിൽ അത് വർഗീയതയുടെ മതമാണ് എന്നാരും പറഞ്ഞിട്ടില്ല. ഹിന്ദുമതം എന്ന് പറയുന്നത് മാനിഷാദ പാടിയ മതമാണ് ഹിന്ദുമതം. വളരെ സ്നേഹത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതം, സന്തോഷത്തോടെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച മതം. ക്രിസ്തുമതവും അങ്ങനെ തന്നെ. ഞാൻ ആ ഭാഗത്തേക്കൊന്നും കടക്കണമെന്നില്ല. എല്ലാ മതങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നത് സ്നേഹവും കാരുണ്യവുമാണ്. എന്നാൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാരാൻ? ഒരിക്കലും തന്നെ മതങ്ങളല്ല, ഒരിക്കലും തന്നെ മതങ്ങളല്ല. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് മദ്ഹബ് നഹി സിക്കാത്ത ആപസ് ബൈർ രഖ്ന ഹിന്ദി ഹൈ ഹം വതൻ ഹിന്ദുസ്ഥാൻ ഹമാര എന്ന് പറഞ്ഞതുപോലെ ഇന്ത്യ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മതങ്ങളല്ല. ഒരിക്കലും തന്നെ പരസ്പരം ശത്രുത പുലർത്തിക്കൊണ്ടിരിക്കുന്നത് മതങ്ങൾ പഠിപ്പിക്കുന്നില്ല. മറിച്ച് ഈ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ചില അല്പജ്ഞാനികളാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അല്പജ്ഞാനികളാണ്, വിവരമില്ലാത്തത് കൊണ്ടാണ്. ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വിവരമില്ലാത്തതിന്റെ പേരിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നാം ശ്രദ്ധിക്കണം. അവിടെയൊക്കെ നമ്മൾ പേടിച്ചു നിൽക്കേണ്ടവരല്ല. ഇവിടെ രേഖ സിവിൽ കോഡെന്ന് കേൾക്കുമ്പോ, ശരീഅത്ത് വിഷയം കേൾക്കുമ്പോ, അല്ലെങ്കിൽ മുത്തലാഖിന്റെ കഥ പറയുമ്പോ എന്തെങ്കിലുമൊക്കെ ഇവിടെ സംഭവിക്കുമെന്ന് പറഞ്ഞ് പേടിച്ച് വീടിന്റെ അകത്ത് ഒളിച്ചിരിക്കേണ്ടവരല്ല നമ്മൾ. മറിച്ച് നമ്മൾ ഈ സത്യം സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള ആർജവം നമുക്ക് കാണിക്കണം, നമുക്കുണ്ടാകണം. അതിനുള്ള ആർജവമാണ് നമുക്ക് വേണ്ടത്. സാഹോദര്യത്തിന്റെയും സൗഹൃദത്തിന്റെയും പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ കഥ പറയാനുള്ള ഇന്നലകളെ അന്വർത്ഥമാക്കിക്കൊണ്ട് അനുവദിച്ചു കൊടുക്കരുത്. ഇവിടെ വിഷം ചീറ്റുന്ന, ചോര ചീറ്റുന്ന, രക്തം തളം കെട്ടുന്ന ഒരു പ്രദേശമാക്കി മാറ്റാൻ ഇവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും എല്ലാ മതക്കാരും അതിനെ അനുവദിക്കരുത്. നമുക്ക് ഇന്നലകളിൽ നമ്മുടെ നായകന്മാർ ഇവിടെ വഴികാട്ടിയായി പോയതുപോലെ തന്നെ
ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് വളരെ സൗഹാർദ്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇവിടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു സന്ദേശമാണ് SKSSF നാളിതുവരെയായി 10 കൊല്ലമായി ഒരേ പ്രമേയത്തിൽ രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതൽ എന്ന ഈ പ്രമേയത്തിൽ വളരെ കൃത്യമായി കൊണ്ട് സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്തേക്ക് കയറി നിൽക്കലേ, എപ്പോ പോന്ന് വിചാരിക്കാം. പ്രിയമുള്ളവരെ, കാലാവസ്ഥ നമ്മുടെ പരിപാടിക്ക് പ്രതികൂലമാണെങ്കിലും നമ്മുടെ നാടിനും നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹമായ കാലാവസ്ഥയാണ്. അതുകൊണ്ട് നമ്മുടെ പ്രസംഗം ഇവിടെ പൂർത്തീകരിക്കുകയാണ്. എല്ലാവരും മഴ കൊള്ളാത്ത സ്ഥലത്ത് കയറി നിന്ന് അല്പസമയം കൂടി ക്ഷമിച്ച് സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ SKSSF എന്ന് പറയുന്ന ഈ സംഘം രാഷ്ട്രരക്ഷയ്ക്ക് സൗഹൃദത്തിന്റെ കരുതലെന്ന ഈ പ്രമേയത്തിൽ മനുഷ്യജാലിക നടത്തിക്കൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനം SKSSFന്റെ ദിനമായി ഈ 10 വർഷക്കാലം കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിന്റെ അധികാരത്തിലിരിക്കുന്ന ഭരണാധികാരികളാവട്ടെ, നിയമനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാവട്ടെ, ആരാണെങ്കിലും വളരെ കൃത്യമായി കൊണ്ട് SKSSFന്റെ മനുഷ്യജാലികയെക്കുറിച്ച് വിലയിരുത്തിയിട്ടുണ്ട് പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പത്രത്തിന്റെ എഡിറ്റോറിയലിൽ ഒരു വർഷം എഴുതിയത്, യാഥാസ്ഥികരെന്ന് ഞങ്ങളൊക്കെ കരുതിയിട്ടുള്ള SKSSF അല്ലെങ്കിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഒരു സംഘടനയുടെ കീഴ്ഘടകമായ SKSSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഇതുപോലെ മനുഷ്യജാലിക നടത്തിയത് ഞങ്ങൾ അഭിനന്ദിക്കുന്നു എന്ന് മാത്രമല്ല, ഞങ്ങളുടെ തെറ്റിദ്ധാരണ നീങ്ങിയിരിക്കുന്നു എന്ന് പച്ചയായി മംഗളം എന്ന് പറയുന്ന പത്രത്തിന്റെ എഡിറ്റോറിയൽ ബോർഡിൽ എഡിറ്റോറിയൽ എഴുതിയത് ഞങ്ങൾ ഓർക്കുകയാണ്. അപ്പൊ രാജ്യത്ത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അധികാരവർഗത്തിന്റെയും ഉദ്യോഗ തലങ്ങളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മനുഷ്യജാലിക എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മതം നോക്കാതെ, ജാതി നോക്കാതെ, വർണ്ണം നോക്കാതെ, വർഗം നോക്കാതെ, ഭാഷ നോക്കാതെ എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിങ്ങളെല്ലാവരും ഈ റിപ്പബ്ലിക് ദിനത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സഹകരിച്ചതുപോലെ അതിനേക്കാൾ ഒന്നുകൂടി ഈ വർഷത്തിലെ വിഷയങ്ങൾ, പ്രശ്നങ്ങൾ, അന്തരീക്ഷത്തിൽ സംഭവിച്ചിട്ടുള്ള വ്യതിയാനങ്ങൾ ഒന്നുകൂടി പ്രാധാന്യമുള്ളതുകൊണ്ട് അതിന്റെ പ്രധാനം കണക്കിലെടുത്തുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പെരുമ്പിലാവിൽ നടക്കുന്ന കൂടി ആവശ്യപ്പെടാൻ ഈ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു വിഷയം മദീന പാഷൻ എന്നുള്ളതാണ്. മദീന പാഷൻ എന്ന പദത്തിന്റെ അർത്ഥം മദീനയോടുള്ള അഭിരുചി, അഭിനിവേശം എന്നാണ്. മദീനയോടുള്ള അഭിരുചി, അഭിനിവേശം, അഥവാ മദീന എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ മണൽത്തരികളോടുള്ള അഭിനിവേശമല്ല, വെറും സ്ഥലത്തിനോടുള്ള അഭിനിവേശമല്ല, അവിടെയുള്ള പാറക്കെട്ടുകളോടുള്ള അഭിനിവേശമല്ല, അവിടെയുള്ള എന്തെങ്കിലും ഈത്തപ്പനയോടുള്ള അഭിനിവേശമല്ല, മറിച്ച് അവിടെ ഈ രാജ്യത്തിന്റെ, ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ ഒരു മണവാളൻ അവിടെ അന്തവിശ്രമം കൊള്ളുന്നുണ്ട്. അത് ഞങ്ങളുടെ ചങ്കിലെ ചോരയാണ്, ഞങ്ങളുടെ ജീവനേക്കാൾ ജീവനാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തവിശ്രമം കൊള്ളുന്ന ആ മദീന. അതുകൊണ്ടാണ് മദീനയ്ക്ക് പവറുണ്ടായിട്ടുള്ളത്. ആ പ്രവാചകനെ തലോടിയ, ആ പ്രവാചകൻ കടന്നിറങ്ങുന്നത് കൊണ്ട്
മദീന ബഹുമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മദീന അത് നിലക്കും ആ മദീനയോടുള്ള അഭിരുചി എന്ന് പറഞ്ഞാൽ, മദീനയോടുള്ള അഭിനിവേശം എന്ന് പറഞ്ഞാൽ ആ പ്രവാചകാനുരാഗത്തിലേക്ക്, പ്രവാചകന്റെ ആ ഇഷ്ടത്തിലേക്ക്, ആ ഒരു പാതയിലേക്ക് സമൂഹത്തെ നയിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് SKSSF സംസ്ഥാന കമ്മിറ്റി എല്ലാ ജില്ലയിലും മദീന പാഷൻ എന്നൊരു പ്രോഗ്രാം നടത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആരാ മദീനയിൽ കിടന്നിറങ്ങുന്നത്? ഏതാണ് ആ പരിശുദ്ധമായ വ്യക്തിത്വത്തിന്റെ ഉടമ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് ആദ്യത്തെ മനുഷ്യൻ. എന്നാൽ ആദ്യത്തെ മനുഷ്യനായ ആദം നബിയെ പടക്കുന്നതിന്റെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലാഹു തആല അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി പാത്രത്തിലൂടെ 1400 കൊല്ലങ്ങൾക്കപ്പുറത്ത് മക്കത്തുൽ മുക്കറമയിൽ ഈ ലോകത്തോട് പൂജാതനാവുകയും ചെയ്ത മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ആ പ്രവാചകൻ ഒരു കടന്നുവരവുണ്ടാകുന്നത് 1,24,000 വരുന്ന പ്രവാചകന്മാർക്കു ശേഷമാണ്. പ്രവാചകന്മാരെന്ന് പറയുന്നത് അള്ളാഹുവിന്റെ അടിമകളായ മനുഷ്യന്മാര് തന്നെയാണ്. ആ മനുഷ്യന്മാരിൽ നിന്ന് പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പ്രവാചകന്മാർ. പക്ഷേ സാധാരണ മനുഷ്യന്മാരല്ല, എന്നെയും നിങ്ങളെയും പോലെയുള്ള സാധാരണ മനുഷ്യന്മാരല്ല. മനുഷ്യന്മാരാണ്, പക്ഷേ അസാധാരണ മനുഷ്യന്മാരാണ്. അങ്ങനെയുള്ള അസാധാരണ മനുഷ്യന്മാരിൽ അവസാനത്തെ പ്രവാചകനായി കടന്നു വന്നത് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. പ്രവാചകൻ സാധാരണ മനുഷ്യനാണെങ്കിൽ എന്തിനാണ് അല്ലാഹു തആല ഇത്രത്തോളമൊക്കെ മഹത്വം, അല്ലെങ്കിൽ പ്രവാചകൻ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ പ്രവാചകന്റെ വരവിനെ കുറിച്ചൊക്കെ മുൻകാലങ്ങളിലുള്ള രേഖകളിലൊക്കെ എന്തിനാണ് അല്ലാഹു തആല എഴുതിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവർ ചിന്തിക്കണം. 1,24,000 പ്രവാചകന്മാരെ അള്ളാഹു അയച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ശേഷം ഒരു പ്രവാചകൻ വരും, അത് പറയാൻ വേണ്ടിയാണ് അല്ലാഹു തആല 1,24,000 വരുന്ന പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുള്ളത്. ആ പ്രവാചകന്റെ വരവിന് വേണ്ടിയാണ് ആകാശത്തെ അല്ലാഹു സൃഷ്ടിച്ചത്. ആ പ്രവാചകർക്ക് വേണ്ടിയാണ് ഈ ഭൂമിയെ അല്ലാഹു സൃഷ്ടിച്ചത്. ഇവിടെ സൂര്യനെ സൃഷ്ടിച്ചതും ചന്ദ്രനെ സൃഷ്ടിച്ചതും അൾട്രാ വയലറ്റ് രശ്മികളെ സൃഷ്ടിച്ചതും ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യവുമുണ്ടോ? നോക്കൂ നിങ്ങൾ, എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു വരുന്നും ശേഷം വരുന്നുണ്ടൊരു പ്രവാചകൻ, ആ പ്രവാചകനിൽ നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയാൻ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞു. പഴയ കാലത്തുള്ള പ്രമാണങ്ങൾ, ഗ്രന്ഥങ്ങൾ എല്ലാ കിതാബുകളിലും പറഞ്ഞു. തൗറാത്തിലുണ്ട്, അതുപോലെ തന്നെ സബൂറിലുണ്ട്, അതുപോലെ തന്നെ ഇൻജീലിലുണ്ട്. പഴയകാലത്തെ കിതാബുകൾ 100 ഏടുകൾ, എല്ലാ ഏടുകളിലും അല്ലെങ്കിൽ കിതാബുകളിലും രേഖകളിലുമൊക്കെ ശേഷം ഒരു പ്രവാചകന്റെ കടന്നുവരവിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുള്ളതായി കാണാം. അതുപോലെ മുസ്ലിം ഗ്രന്ഥങ്ങളിൽ മാത്രമല്ല, എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ സഹോദരങ്ങളെ, നാം ആലോചിക്കേണ്ടത് ഹിന്ദു മതത്തിന്റെ അവരുടെ പ്രമാണമായ അവരുടെ ഗീതയിൽ പോലും, അവരുടെ വ്യാസമുനി പോലും എഴുതി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്: ആചാര്യേണ സമന്വിത മഹാമത വിധിഖ്യാത ശിഷ്യശാഖാ സമന്വിതം എന്ന് ചരിത്രകാരന്മാർ വിശേഷിപ്പിച്ച ആ ഒരു കാലഘട്ടമില്ലേ നമ്മുടെ പ്രവാചകൻ ജനിച്ച കാലഘട്ടം? മക്കയിലും മദീനയിലും ലോകത്തിന്റെ പല ഭാഗത്തും അതപ്പതിച്ച് അതപ്പതനത്തിന്റെ മൂർച്ചയിലകപ്പെട്ട മനുഷ്യവിഭാഗം ജീവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഡാർക്ക് ഏജ് എന്ന ചരിത്രം വിളിച്ച ആ ഒരു കാലഘട്ടം വളരെ മ്ലേച്ഛമായ, വളരെ മോശപ്പെട്ട, അതപ്പതിച്ചുകൊണ്ടിരിക്കുന്ന, അധാർമികതയിൽ കൂട്ടുകുത്തിയിട്ടുള്ള, അന്ധവിശ്വാസത്തിൽ നടമാടിയിട്ടുള്ള, അനാചാരത്തിന്റെ പുറകെ പോയിട്ടുള്ള
മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും തോന്നിവാസങ്ങളുടെയും അനാശാസ്ത്ര പ്രവർത്തനങ്ങളുടെയും ഒക്കെ പുറകെ പോയിട്ടുള്ള ഒരു സമൂഹം വരും. അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടാകും. അങ്ങനെ ഒരു കാലഘട്ടം വന്നാൽ ഏതസ്മിന്നന്തരേ മ്ലേച്ഛ ആചാര്യേന സമന്വിത മഹാമത ഇതിഖ്യാത ശിഷ്യശാഖാ സമന്വിതം. ആ ഒരു കാലഘട്ടത്തിൽ ഒരു ആചാര്യൻ കടന്നു വരും. ആ ആചാര്യൻ കടന്നു വന്നിട്ട് ധാരാളം ശിഷ്യഗണങ്ങളുള്ള ആചാര്യൻ കടന്നു വരും. സ്ഥാപിക്കപ്പെടും. ആ വരാൻ പോകുന്ന ആചാര്യന്റെ പേരെന്തെന്നറിയുമോ? മഹാമത അഥവാ മുഹമ്മദ് എന്ന് പേരുള്ള ഒരു ആചാര്യൻ കാലശേഷം കടന്നു വരുമെന്ന് നേരത്തെ എഴുതപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ കാലം കാത്തിരുന്ന ഒരു പ്രവാചകനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മജൂസി മതത്തിന്റെ പ്രമാണമുണ്ട്. ആ പ്രമാണത്തിന്റെ പേര് ദസാത്തീർ എന്നാണ്. അവരുടെ പ്രമാണമാണ് ഭരണഘടനയാണ്. ആ പ്രമാണത്തിൽ ദസാത്തീർ എന്ന് പേരുള്ള ആ പ്രമാണത്തിൽ ഇനി കുറച്ചു നേരം ഇവിടെ ഇരുന്നോളി. സദസ്സൊന്ന് ഭംഗിയാക്കിയാൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് അവസാനിപ്പിക്കുക കഴിയാം. പ്രവാചകന്മാരൊക്കെ പറഞ്ഞു മുഹമ്മദ് നബി വരുമെന്ന്. പുരോഹിതന്മാരൊക്കെ പറഞ്ഞു മുഹമ്മദ് നബി വരുമെന്ന്. പഴയകാലത്തെ ഗ്രന്ഥങ്ങൾ മുഴുവനും പറയുന്നു ശേഷം പ്രവാചകന്റെ വരവിനെ കുറിച്ച്. കൃത്യമായിട്ട് ഈ പ്രവാചകന്റെ കാലഘട്ടത്തെക്കുറിച്ച് വിവരിക്കുന്നതായി കാണാം. പ്രവാചകന്റെ കടന്നു വരുന്ന കാലഘട്ടം നമുക്കറിയാം. ജനിച്ച കുഞ്ഞു പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുഴിച്ചു മൂടുന്നത് അഭിമാനമായി കണ്ട ആളുകൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിന്റെ മുമ്പുള്ള കാലഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വന്നൊരു സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞൊരു സംഭവമുണ്ട്. ആ സഹാബി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹബീബിനോട് പറയുകയാണ്, പൊന്നു നബിയേ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് നെഞ്ചു പൊട്ടി കരഞ്ഞുകൊണ്ട് ഒരു സഹാബി പറഞ്ഞ കഥ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ്. എന്റെ ജോലിയിൽ ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയി ബിസിനസ് കച്ചവടത്തിൽ ഏർപ്പെടുന്ന പണിയായിരുന്നു എനിക്ക് പഴയ കാലത്തിന്റെ ഏർപ്പാട്. ഇന്നൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് സൗദി അറേബ്യയിലേക്കും മറ്റു വിദേശ രാജ്യങ്ങളിലേക്കുമൊക്കെ പോകുന്നത് പോലെ അന്ന് ആ സ്ഥലത്ത് നിന്ന് കച്ചവടത്തിന് വേണ്ടി യമനിലേക്കും അതുപോലെ ഈജിപ്തിലേക്കും മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുന്ന ഏർപ്പാടുണ്ടായിരുന്നു. അങ്ങനെ ആ സഹാബി പറയുകയാണ്, പൊന്നു നബിയേ, ഞാൻ കച്ചവട ആവശ്യാർത്ഥം മറ്റു സ്ഥാനങ്ങളിലേക്ക് പോയാൽ ഒരുപക്ഷെ വർഷങ്ങളെടുത്തിട്ടാണ് തിരിച്ചെന്റെ വീട്ടിലേക്ക് എത്തുക. 4, 5, 6 വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു വരാറുള്ളത്. ഒരിക്കൽ ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കച്ചവട ആവശ്യാർത്ഥം വിദേശത്തേക്ക് പോകുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ ഭാര്യയെ വീട്ടിൽ കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ ഞാൻ വന്നു നോക്കുമ്പോ എന്റെ വീട്ടിന്റെ അകത്തേക്ക് കാണാൻ സാധിച്ചത് 4 വയസ്സ് പ്രായമായിട്ടുള്ള സുന്ദരിയായ ഒരു പെൺകുട്ടി, ഒരു പെൺകുഞ്ഞ് എന്റെ വീട്ടിന്റെ അകത്ത് ചാടി കളിച്ചു രസിച്ചുകൊണ്ടിരിക്കുന്ന വളരെ രസകരമായ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സംഭവമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുന്നു, ഭാര്യ, ഇതേതാണ് പൈതൽ? ആ സമയത്ത് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, അങ്ങ് കച്ചവടത്തിന് പോകുമ്പോ എന്റെ വയറ് അല്ലെങ്കിൽ ഞാൻ ഗർഭിണിയായിരുന്നല്ലോ, ഞാൻ പ്രസവിച്ചു, ഇതെന്റെയും നിങ്ങളുടെയും പൊന്നുമോള. ആ സമയത്ത് ഞാൻ ചോദിച്ചു, മോളോ, എന്റെ മോളോ,
ഈ രാജ്യത്തെ നിയമം നിനക്കറിയില്ലേ? ജനിച്ച കുഞ്ഞ പെണ്ണാണെന്നറിഞ്ഞാൽ ജീവനോടെ കുടിച്ചു മൂടണ്ടേ? ഈ പൊന്നുമോളെ എന്തോ കുടിച്ചു മൂടാതിരുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ അത് വലിയ അപമാനമല്ലേ? നമ്മുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യമല്ലേ? എന്തിനാണ് നീ ഈ കുഞ്ഞിനെ പൊട്ടി വളർത്തിയത് എന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞപ്പോ ഭാര്യ പറഞ്ഞു, ഞാനിതാരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ചതാ. ഈ ജീവനുള്ള പൈതലിനെ എങ്ങനെയാണ് കൊല്ലാൻ സാധിക്കുക? എനിക്കതിന് സമ്മതിച്ചില്ല, അല്ലെങ്കിൽ എനിക്കെന്റെ മനസാക്ഷി അതിന് സമ്മതിക്കാത്തത് കൊണ്ട് ഞാൻ ഈ പൈതലിനെ വളരെ സ്നേഹത്തോടെ പോറ്റി വളർത്തുകയാണ്. അതുകൊണ്ട് ഭർത്താവേ, നമുക്ക് സംരക്ഷിക്കാം, ആരും കാണാതെ ആരും അറിയാതെ വീട്ടിന്റെ അകത്ത് പാർപ്പിച്ചിട്ട് ഈ പൊന്നുമോൾ വലുതാക്കാം. അതുകൊണ്ടങ്ങ് സന്തോഷിക്കണമെന്ന് എന്റെ ഭാര്യ എന്നോട് പറഞ്ഞപ്പോ എന്റെ മുഖഭാവത്തിൽ ഞാൻ സന്തോഷം പ്രകടിപ്പിച്ചെങ്കിലും എന്റെ മനസ്സിൽ തീയായിരുന്ന നബിയെ, എന്റെ മനസ്സിൽ ആ സമയത്തുണ്ടായിരുന്നത് എന്റെ അഭിമാനമോട്ടുള്ള പ്രശ്നമായിരുന്ന നബിയെ. എന്റെ വീട്ടിൽ ഒരു പെൺകുട്ടിയുണ്ടെന്നറിഞ്ഞാൽ നാട്ടിലങ്ങാടി എനിക്കിറങ്ങാൻ പറ്റില്ല. എന്റെ നാട്ടിലിറങ്ങിയാൽ ആ വിവരമറിഞ്ഞാൽ ആളുകൾ പരിഹസിക്കുന്നു മാത്രമല്ല, അധികാരി വർഗത്തിന്റെ ഭാഗത്ത് നിന്ന് നിയമ നടപടികൾക്കൊരു പക്ഷേ വിധേയമാകേണ്ടി വരും എന്നെനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ സമയത്ത് ഭാര്യയോട് പലതും പറഞ്ഞെങ്കിലും ഒരു നിശ്ചയമെടുത്തു, പ്രതിജ്ഞയെടുത്തു. ഈ പൊന്നു പൈതലിനെ, ഈ പെൺകുട്ടിയെ ഇല്ലാതാക്കണം. പക്ഷേ ഭാര്യയുടെ കയ്യിൽ നിന്ന് എന്റെ കയ്യിലേക്ക് ഇവളെ എങ്ങനെ കിട്ടും? പലതും ആലോചിച്ചു. ഒടുവിൽ ഞാനൊരു തന്ത്രം ഉപയോഗിച്ചു. ഭാര്യയോട് പറഞ്ഞു, മകളെ കുളിപ്പിക്കൂ, പുത്തൻ ഡ്രസ്സുകൾ ധരിപ്പിക്കൂ, ഞങ്ങൾക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്, ഒരു സൽക്കാരത്തിന് പോകാനുണ്ട്, ഒരു കല്യാണത്തിന് പോകാനുണ്ട് എന്നോ മറ്റോ പറഞ്ഞുകൊണ്ട് ഭാര്യയിൽ നിന്ന് എന്റെ പൈതലിനെ പൊന്നുമോളെ ഞാൻ പിടിച്ചു. ആ കൈ പിടിച്ചുകൊണ്ട്, മോളെ നമുക്കൊരു സ്ഥലത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞ് ഒരു മലമുകളിലേക്ക് കൊണ്ടുപോയി. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുമ്പിൽ ഈ സഹാബി ഈ കഥ പറയുമ്പോ മറ്റുള്ള സഹാബികൾ അത്ഭുതത്തോടെ പരന്നുകൊണ്ട് കാത് കൂർപ്പിച്ചുകൊണ്ട് കേൾക്കുകയാ ഈ സഹാബി എന്താ പറയുന്നതെന്ന്. സഹാബി പറയാൻ, നബിയെ, ഞാൻ എങ്ങനെ കൊണ്ടുപോയി ഒരു മലമുകളിലേക്ക്. ആ പൊന്നു പൈതൽ എന്നോട് ചോദിക്കാൻ, ഉപ്പ എങ്ങോട്ടാ പോണത്? ഞാൻ പറയുന്നത് കല്യാണത്തിന് പോവാണ് എന്നും പറഞ്ഞ ആ പൈതലിന്റെ 4, 5, 6 വയസ്സ് പ്രായമുള്ള ആ പെൺകുട്ടിയുടെ കൈപിടിച്ച് ഞാൻ നടന്നു നീങ്ങി. എന്നിട്ട് ഒരു മലമുകളിലെത്തിയപ്പോ ഒരു പാറക്കല്ല് കണ്ടു. ആ പാറക്കല്ലിൽ മകളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ പാത്തുവെച്ച ഒരു കഠാരം എന്റെ കയ്യിൽ. ആ കഠാറ് കൊണ്ട് ആ മലമുകളിൽ ഒരു സ്ഥലത്ത് ഞാൻ വലിയ കുഴിയുണ്ടാക്കുകയാണ്. മണ്ണ് കൊത്തിയിട്ട് കൊത്തിക്കൊട്ട് വലിയ കുഴിയുണ്ടാക്കുകയാണ് നബിയെ. ഞാനിങ്ങനെ ആ കുഴിയുണ്ടാക്കുന്ന സമയത്ത് വിക്കാസ് എന്ന് ഞങ്ങളുടെ നാട്ടിൽ പറയും, വിക്കാസ് കൊണ്ട് കൊത്തി, അല്ലെങ്കിൽ അക്കാലഘട്ടത്തിൽ കൊത്താൻ വേണ്ടി വെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം എന്താണോ ആ ആയുധം എടുത്തുകൊണ്ട് നബിയെ ഞാൻ ആ മണ്ണ് കുഴിച്ചെടുക്കുമ്പോ കുഴി വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിന്റെ അറ്റത്തുള്ള മണ്ണ് എന്റെ പിറകു ഭാഗത്തേക്ക് തെറിച്ചപ്പോ എന്റെ പൊന്നുമോൾ വന്നിട്ട് ഉപ്പാന്റെ പുറത്ത് മണ്ണായി എന്ന് പറഞ്ഞു ആ മണ്ണ് തട്ടിത്തന്നു നബിയെ. അപ്പോഴും എനിക്ക് മനസ്സിൽ ഒരൽപ്പം പോലും ദയുണ്ടായില്ല നബിയെ. ഞാൻ ആ സമയത്തും എന്റെ അഭിമാന പ്രശ്നമോർത്തുകൊണ്ട് ഞാൻ അവിടെ വെച്ച് കുഴി കൊത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്റെ മകൾ ചോദിക്കുന്നു, ഉപ്പ, ഈ മലമുകളിൽ എന്തിനാണ് നിങ്ങൾ കുഴിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്? അന്നൊന്നും മറുപടി പറയാതെ ഞാൻ കുഴി കൊത്തി വലിയ കുഴിയായ സമയത്ത്, മോളെ വാ, നിനക്ക് കുഴി കാണിച്ചു തരാമെന്ന് പറഞ്ഞു ആ കുഴിയുടെ വക്കിൽ സൈഡിൽ എന്റെ പൊന്നുമോളെ ഞാൻ കൊണ്ടുവന്നു നബിയെ. എന്നിട്ട് നോക്കൂ മോളെ, ആ കുഴിയിലേക്ക് എന്ന് പറഞ്ഞു എന്റെ പൊന്നുമോൾ കുഴിയിലേക്ക് നോക്കുമ്പോ ഒരു ദയയുമില്ലാതെ, ഒരു കാരുണ്യവുമില്ലാതെ, ഒരു വാത്സല്യവുമില്ലാതെ എന്റെ സ്വന്തം ചോരൻ പറഞ്ഞ 4-5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ആ തെറ്റ് പെണ്ണായിപ്പോയി എന്ന ഒറ്റ കാരണമാണ് ആ കുഞ്ഞിനെ ഞാൻ ഒരൊറ്റ തള്ളൻ വെച്ചു കൊടുത്തു നബിയെ. എന്റെ മോൻ ആ കുഴിയിലേക്ക് വീണു നബിയെ. കുഴിയിൽ വീണിട്ട് എന്റെ പൊന്നുമോൾക്കൊന്നും സംഭവിച്ചില്ല. ആ പൊന്നുമോൾ മേൽപോട്ട് നോക്കിയിട്ട് എന്നെ നോക്കി വിളിക്കാനപ്പോ
അബദ്ധത്തിൽ തള്ളി വീണതാണോ ഉപ്പ ഞാൻ? എന്തിനാണ് ഉപ്പാന്റെ കുഴിയിലേക്ക് തള്ളിയിട്ടത് എന്ന് കെഞ്ചി കെഞ്ചി കരഞ്ഞപ്പോ, എന്നെ കരകയറ്റാൻ കെഞ്ചിയപ്പോ എന്റെ മനസ്സ് പടഞ്ഞില്ല നബിയേ. അപ്പോഴും എന്റെ മനസ്സിൽ അഭിമാന പ്രശ്നമാ. എന്റെ നാട്ടിലിറങ്ങിയാൽ ഞാൻ അപമാനമാകുമെന്നുള്ള ബേജാറാണ്. എനിക്കൊന്നും ദയയും തോന്നിയില്ല. എന്നിട്ട് ആ സഹാബാത്തിന്റെ മുമ്പിൽ, പ്രവാചകന്റെ മുമ്പിൽ ആ സഹാബി അവതരിപ്പിക്കുകയാണ് നബിയെ. ഞാൻ നോക്കുമ്പോ എന്റെ മകളുടെ കരച്ചിലാണ്. അത് കഴിയണം, അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്നത് കണ്ടപ്പോ മരിച്ചിട്ടില്ലെന്ന് ഉറപ്പായപ്പോ ഞാൻ തൊട്ടപ്പുറത്തുണ്ടായിരുന്ന വലിയൊരു പാറക്കല്ല്, അതെന്നെ കൊണ്ട് സ്വന്തം എടുക്കാൻ അസാധ്യമാണ്. ഞാൻ ആ പാറക്കല്ല് ഉരുട്ടി ഉരുട്ടി ഉരുട്ടിക്കൊണ്ടുവന്ന് ഈ കുഴിയുടെ സൈഡിൽ വെച്ചിട്ട് എന്റെ മകളുടെ പൊന്നുമോളുടെ തല ലക്ഷ്യം വെച്ചുകൊണ്ട് നബിയെ, ഞാൻ ആ വലിയ പാറക്കല്ല് ആ തലയിലേക്ക് അങ്ങിട്ടു നബിയെ. തലച്ചോറ് പോലും ചിന്തിച്ചുതറി രക്തം പോലും പമ്പ് ചെയ്തപ്പോ എനിക്ക് ആശ്വാസമായി, എനിക്ക് സമാധാനായി നബിയെ. അത്രത്തോളം ഒരു ധേയം എന്റെ മനസ്സിലേക്ക് വന്നില്ല നബിയെ. ഇതായിരുന്നു ആ കാലഘട്ടം. ഇവിടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഒരുവിധ സ്വാതന്ത്ര്യമില്ലെന്ന് പറയുന്ന ആളുകൾ, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ശരീഅത്ത് നിയമം ഭേദഗതി ചെയ്യണം എന്നൊക്കെ പർദ്ദയും മക്കളെയും ഇട്ട് ചില മഹതിമാരടക്കം പെണ്ണ് കെട്ടിയിട്ട് സ്വന്തം ഭാര്യയെപ്പോലും സംരക്ഷിക്കാൻ കഴിയാതെ ഇന്ത്യ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ജനാബ് നരേന്ദ്രമോദി സാർ അടക്കമുള്ള ആളുകൾ പറയാൻ തുടങ്ങുകയാണ്, അവർക്കെന്ത് ഇസ്ലാം, അവർക്ക് ഇസ്ലാമിനെ കുറിച്ചറിയോ? ഇസ്ലാമിൽ സ്ത്രീക്ക് നൽകിയ സ്ഥാനത്തെക്കുറിച്ച് അവർക്ക് എന്തറിയാം? ശരീഅത്തിനെ കുറിച്ച് എന്തറിയാം? ചില പെൺകുട്ടികളൊക്കെ ചില അഫ്സലുലമ പോലത്തെ ചില കോഴ്സുകളൊക്കെ പാസ്സായ അത്യാവശ്യം വിവരമുള്ള ആളുകളാണ് ഞങ്ങളെന്നൊക്കെ ധരിച്ചു വെച്ച ചില പെണ്ണുങ്ങൾ ചാനലുകൾക്ക് മുമ്പിൽ വന്നിട്ട് മുത്തലാഖ് അത് കാടത്തമാണ്, അല്ലെങ്കിൽ അതിനെ ശരീഅത്തിൽ ചില കാര്യങ്ങളൊക്കെ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ വിവരദോഷികൾ പലപ്പോഴായി പറഞ്ഞു കേൾക്കുമ്പോ അവരോട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം, ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കൊടുത്ത സ്ഥാനത്തെ കുറിച്ച് പഠിക്കണം. ഇതാണ് കഥ. ജീവിക്കാൻ അവസരം ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുഴിച്ചു മൂടപ്പെടുന്ന കുഴിയിൽ നിന്ന് ജീവിക്കാൻ ആ കുഴിയിൽ എഴുന്നേൽപ്പിച്ച് ജീവിച്ച് കാണിപ്പിക്കാൻ നേതൃത്വം നൽകിയ പ്രത്യയശാസ്ത്രമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. അതായിരുന്നു ആ കാലഘട്ടം എന്നാ ഞാൻ പറയുന്നത്, അല്ലേ? മദ്യത്തിന്റെ ലഹരിയിൽ ആർത്തുല്ലസിച്ച ആനന്ദ നൃത്തം ചവിട്ടിയ ഒരു കാലഘട്ടം. പിതാവിന് പ്രായം ചെന്നു, മരിക്കാൻ കിടക്കുന്ന വാപ്പ മക്കളെ വിളിച്ചിട്ട് വസിയത്ത് ചെയ്യുന്നെന്താണെന്നറിയോ? മോനെ, ഞാൻ മരിച്ചാൽ എന്റെ സ്വത്തിന്റെ അല്പഭാഗം നീ പള്ളിക്ക് കൊടുക്കണം, എന്റെ സ്വത്തിന്റെ അല്പഭാഗം നീ മദ്രസക്ക് കൊടുക്കണം, അല്ലെങ്കിൽ എന്റെ സ്വത്തിന്റെ ഓരോ വരി നിനക്കുള്ളതാണ്, മറ്റൊരു നിനക്കുള്ളതാണ് എന്നൊന്നുമല്ല അക്കാലഘട്ടത്തിലെ പ്രധാന വസിയത്ത്. വസിയത്ത് എന്താന്ന് വെച്ചാൽ, മരിക്കാൻ കിടക്കുന്ന വാപ്പ മക്കളെ വിളിച്ചിട്ട് പറയാം, മക്കളെ, ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കബറിൽ കൊണ്ടുവെക്കും, കബറിൽ കൊണ്ടുവച്ച് അവസാനം രണ്ട് ഭാഗത്തും മീസാൻ കല്ലുകൾ നാട്ടും, ആ മീസാൻ കല്ലിന്റെ ഓരത്ത് കള്ളിച്ചെടികൾ നട്ടുപിടിപ്പിക്കും. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില ചെടികളാണ്, ഇവിടെ എന്താണെന്നറിയില്ല. അപ്പൊ ചെടികൾ നട്ടുപിടിപ്പിക്കും മീസാൻ കല്ലിന്റെ അരികത്ത്. അങ്ങനെ വരുമ്പോ ഈ പിതാക്കന്മാര് പറയാ, വാപ്പമാര് പറയാൻ, മക്കളെ, ഞാൻ മരിച്ചാൽ എന്റെ മീസാൻ കല്ലിന്റെ അരികത്ത് മുന്തിരി വള്ളി വെച്ച് പിടിപ്പിക്കണം. ആപ്പാന്റെ വസിയത്ത. എന്തിനാ വാപ്പ മുന്തിരിവള്ളി എന്നറിയോ? ആ മുന്തിരിവള്ളി അത് വലുതാകുമ്പോ അതിന്റെ വേര് താഴോട്ടങ്ങനെ ഇറങ്ങും. അങ്ങനെ ആ കബറിൽ കിടക്കുന്ന എന്റെ വായിലേക്ക് ഈ മുന്തിരിവള്ളിയുടെ വേര് വരുമ്പോ മുന്തിരിക്കല്ലിന്റെ മധു ആ വേരിലൂടെയെങ്കിലും ഞാനൊന്ന് ആസ്വദിച്ചോട്ടെ എന്ന് പറഞ്ഞത്രത്തോളം മദ്യം എന്ന് പറയുന്നത് മരിച്ചാലും കിട്ടണമെന്ന ആ ഒരു നെയ്യത്തിൽ ജീവിച്ച കാലഘട്ടം അല്ലേ? തോൽപാത്രത്തിൽ നിറച്ച കള്ള്, ആ കള്ളുപാത്രത്തിന്റെ മുകളിൽ കൂടി പറന്നുപോയ ഒരു വണ്ട് ആ കള്ളുപാത്രത്തിൽ വീണ് ചത്തുപോയി. എന്നിട്ട് ആ വണ്ടിനെ നോക്കി പാട്ടുപാടിയ കാലമാണ്. എന്താ പാട്ടെന്നറിയോ? വണ്ടേ നെയ്യത്ര ഭാഗ്യവതി, വേണ്ടുവോളം കള്ള് മോന്തിക്കുടിച്ച ആ കള്ളിൽ കിടന്നു ചാകാൻ ഭാഗ്യം ലഭിച്ച നെയ്യത്ര ഭാഗ്യവതി.
ഒരു വണ്ട് ആ കള്ളും പാത്രത്തിൽ വീണ് ചത്തുപോയപ്പോ വണ്ട് നീ എത്ര ഭാഗ്യവതി വേണ്ടുപോളം കള്ളു കുടിച്ച് ആ കള്ളിൽ കിടന്നു മരിക്കാൻ നിനക്ക് ഭാഗ്യമുണ്ടായല്ലോ എന്നൊക്കെ പാടിയ സാഹിത്യകാരന്മാർ ജീവിച്ച കാലഘട്ടം. ആ കാലഘട്ടത്തെക്കുറിച്ചാണ് ഈ ദസാത്തിർ എന്ന് പറയുന്ന പ്രമാണത്തിൽ കൃത്യമായി എഴുതി വെച്ചിരിക്കുന്നത് ഓരോ സംഭവങ്ങളും. എന്നിട്ട് പറയാൻ ഇവരെയൊക്കെ ഒന്ന് നേരെയാക്കാൻ, ഇവരെയൊക്കെ ഒന്ന് നേരിന്റെ വഴിയിലേക്ക് കൊണ്ടു നടക്കാൻ ഒരാചാര്യന്റെ കടന്നുവരവ് അനിവാര്യമാണ്, ഒരു പ്രവാചകന്റെ കടന്നുവരവുണ്ടാകും. എന്നിട്ട് അച്ചടക്കത്തിന്റെ പടച്ചട്ടാണിഞ്ഞ ശിഷ്യഗണങ്ങളുണ്ടാകും. ആ ശിഷ്യഗണങ്ങളിൽ സാമ്രാജ്യത്തെ കീഴടക്കും. അങ്ങനെ തുടങ്ങിയിട്ട് ധാരാളം വരാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ച് ഈ ദസാത്തിർ എന്ന ഗ്രന്ഥത്തിൽ ആ കാലഘട്ടത്തെക്കുറിച്ച് വിവരിച്ചതായി കാണാം. അവസാനം പറയുന്നുണ്ട്, ആ വരാൻ പോകുന്ന ആ പ്രവാചകന്റെ പേരെന്തെന്നറിയുമോ? ആ പേര് മറ്റൊന്നുമല്ല, പെരിക്ലൈറ്റസ് എന്നാണ്. പെരിക്ലൈറ്റസ് എന്ന് പേരുള്ള ഒരു പ്രവാചകൻ വരും ഈ ഒരു കാലഘട്ടത്തിലുള്ള ജനങ്ങളെ നേരെയാക്കാൻ. എന്താ ഈ പെരിക്ലൈറ്റസ് എന്ന് പറഞ്ഞാൽ? അത് ഗ്രീക്ക് പദമാണ്. എന്ന മലയാളത്തിന്റെ അറബി മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് ഒരുപാട് പ്രമാണങ്ങളിൽ, രേഖകളിൽ, ഇതൊക്കെ പ്രവാചകന്റെ വന്നതിന് ശേഷമുള്ള കഥകളല്ല. നബി തിരുമേനി വരുന്നതിന്റെ മുമ്പേ ചരിത്ര പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കഥകളാണ്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ കടന്നു വരുമെന്ന് ഓരോ കാലഘട്ടത്തിലെയും ആളുകൾ പറഞ്ഞു. അവസാനം വന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്പം ചില കൊല്ലം, 40 വയസ്സായപ്പോ പ്രവാചകത്വം ലഭിച്ചു. 63 വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞുപോയി. വെറും 23 വർഷക്കാലം കൊണ്ട് ലോകത്തിന് ഖിയാമത്ത് നാൾ വരെ എങ്ങനെ ജീവിക്കണമെന്ന ദിശ സൂചിക കൃത്യമായി അവതരിപ്പിച്ചു മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ നമ്മുടെ നേതാവാണ്. പ്രവാചകൻ നമ്മുടെ നേതാവാണ്. പ്രവാചകന്റെ മതമല്ല ഇസ്ലാം. ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മതമാണ്. പ്രവാചകന്റെ മതമല്ല, അള്ളാഹുവിന്റെ മതമാണ്. ആ അള്ളാഹുവിന്റെ മതപ്രബോധകനാണ്. എന്നാൽ അള്ളാഹു തആല സൃഷ്ടിച്ച അവന്റെ സൃഷ്ടികളിൽ ഏറ്റവും നമ്പർ 1 എന്ന് പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മൈക്കൽ എച്ച് ഹാർട്ടിന്റെ എന്ന പുസ്തകത്തിൽ 100 പ്രഗത്ഭരെ പരിചയപ്പെടുത്തിയപ്പോ ഒന്നാമനായി എഴുതിയത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. എന്നാൽ അല്ലാഹു തആല സൃഷ്ടിച്ചത്, അല്ലാഹുവിന്റെ സൃഷ്ടികളിൽ ഒന്നാമത്തെ ആള് മുഹമ്മദ് നബി തന്നെയാണ്. അല്ലാഹ് കഴിഞ്ഞാൽ മുഹമ്മദ് നബിയാണ്. എന്നാൽ മുഹമ്മദ് നബി ആരാധിക്കാൻ വകുപ്പില്ല. മുഹമ്മദ് നബി ആരാധിക്കാൻ പാടില്ല. മുഹമ്മദ് നബിക്ക് സ്വന്തമായി കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ അവൻ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് പുറത്തന്നാണ്. ഉറപ്പാ, സംശയമൊന്നുമില്ല. ചില ആളുകൾ പറയും, നിങ്ങൾ മുഹമ്മദ് നബി ആരാധിക്കുന്നവരാണ്, നിങ്ങൾ ഖബർ ആരാധകരാണ്, സിയാറത്ത് ചെയ്യുന്നവരാണ്, മമ്പറത്ത് പോകുന്നവരാണ്, ഭീമാപള്ളിയിൽ പോകുന്നവരാണ്. ഇങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോ നിങ്ങൾ ഖബർ ആരാധകരാണ്, മുശ്രിക്കീങ്ങളാണ് എന്നൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ശ്രമിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള ശരീഫിന്റെ അരികത്ത് ചെന്നിട്ട് ഞാൻ ദുആ ചെയ്യുകയാണ്, മുഹമ്മദ് നബി എന്റെ ദോഷം പുറത്തു തരണം, എന്റെ ദോഷം പുറത്തു തരണം എന്ന് ഞാൻ മുഹമ്മദ് നബിയോട് പ്രാർത്ഥിക്കുകയാ. എന്റെ പ്രായശ്ചിത്താസം, എന്റെ ദോഷം പുറത്തു തരാനുള്ള കഴിവ് ഈ മുഹമ്മദ് നബിക്കുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ അവിടെ ഉള്ളത് മുഹമ്മദ് നബിയെ എനിക്ക് പുറത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഇതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം. അങ്ങനെ സുന്നികൾക്ക് വിശ്വാസമില്ല. അങ്ങനെ സുന്നികൾക്ക് അഥവാ ആ പ്രവാചകന്റെ അരികത്ത് പ്രവാചകന് എനിക്ക് ദോഷം പുറത്തു തരാനുള്ള കഴിവ് പ്രവാചകനുണ്ട് എന്ന വിശ്വാസം സുന്നികൾക്കില്ല. മറിച്ചോ അള്ളാഹു കൊടുത്ത സ്വയം കഴിവ് പ്രവാചകനില്ല. അപ്പോൾ അള്ളാഹു കൊടുക്കുന്ന കഴിവുണ്ട്. ആ കഴിവിനെ വിസ്മരിക്കാനും സുന്നികൾക്ക് അവകാശമില്ല. മമ്പർത്ത തങ്ങൾക്ക് കഴിവുണ്ടോ? സ്വന്തമായിട്ടൊരു കഴിവില്ല. വഴക്കരപ്പാപ്പക്ക് കഴിവുണ്ടോ? സ്വന്തമായിട്ടൊരു കഴിവില്ല. മുഹീദ്ദീൻ ശേഖരെ കഴിവുണ്ടോ? സ്വന്തമായിട്ടൊരു കഴിവുമില്ല. അത്
അതുപോലെ പ്രവാചകന് കഴിവുണ്ടോ? സ്വന്തമായിട്ടൊരു കഴിവുമില്ല. അല്ലാഹു അപ്പോൾ കൊടുക്കുന്ന കഴിവുകൾ, ആ കഴിവുകൾ ഉണ്ടാകും. ഇതാണ് സുന്നികളുടെ വിശ്വാസം. ഇങ്ങനെ സുന്നിയോട് പറഞ്ഞാൽ ചില ആൾക്കാർ പറയും, അതല്ല, നിങ്ങൾ ഖബർ ആരാധിക്കുന്നവരാണ്, നിങ്ങൾ പ്രവാചകൻ ആരാധിക്കുന്നവർ, നിങ്ങൾ മുശ്രിക്കാണ് എന്ന് പറയുന്നത് ബുദ്ധിശൂന്യതയിൽ നിന്നുണ്ടാകുന്നതാ. ഞാൻ സ്വാഭാവികമായി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം. ആ പ്രവാചക പുങ്കവർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നമ്മുടെ വഴികാട്ടിയാണ്, റോൾ മോഡലാണ് മുഹമ്മദ് മുസ്തഫ, റോൾ മോഡലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തെ രാജകുമാരൻ, പ്രപഞ്ചത്തിന്റെ ആ മണവാളനായിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടത്തോടുള്ള ഇഷ്ട് പ്രകടിപ്പിക്കുക, അവിടത്തോടുള്ള സ്നേഹം അധികരിപ്പിക്കുക, അവിടെ റോൾ മോഡലായി കണ്ട് നമ്മൾ ജീവിക്കുക. ഇതാണ് മദീന പാഷൻ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രവാചകനിലേക്ക് അടുപ്പിക്കുക. ഇവിടെ ചില ശശികലയെ പോലെ ചില ആളുകൾ, പഴയകാലത്ത് സുഗതകുമാരിയെ പോലുള്ള ആളുകൾ, വലിയ ബുദ്ധിജീവികളെന്ന് അവകാശപ്പെടുന്ന ചില ആളുകൾ പ്രവാചകനെ കുറിച്ച്, പ്രവാചകന്റെ അധ്യാപനത്തെക്കുറിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് ശരീരത്തിന് മോശമായി ചിത്രീകരിക്കാൻ ശ്രമിച്ച പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരോടൊക്കെ ഞങ്ങൾക്കന്നും ഇന്നും എപ്പോഴും പറയാനുള്ളത്, ഇവിടെ രാജ്യം ഭരിക്കുന്ന അധികാരികൾ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ പലരെയും UAPA ഒക്കെ ചുമത്തി ജയിലിൽ അറസ്റ്റ് ചെയ്യുമ്പോ, ബന്ധിതരാക്കുമ്പോ അബ്ദുൽ നാസർ മദനിയെ പോലെയുള്ള ആളുകളെ ഇതുവരെ ഏതെങ്കിലും ഒരു കേസ് പോലും രേഖപ്പെടുത്താതെ, കേസ് തെളിയിച്ചിട്ടില്ലാതെ, ഒരു ചോദ്യം പോലും ഇല്ലാതെ ജയിൽ പാർപ്പിച്ചിരിക്കുക വർഷങ്ങളായി. അവർക്കൊക്കെതിരെ വലിയ വലിയ കേസുകൾ ചുമത്താൻ ഇവിടെയുള്ള DGP അടക്കമുള്ള ആളുകൾക്ക് അതീവ താല്പര്യമാണ്, വലിയ താല്പര്യമാണ്. എന്നാൽ നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി, അത്രയൊന്നും വലിയ ഗൗരവമില്ലാത്ത വിഷയങ്ങൾക്കൊക്കെ വേണ്ടി UAPA ചുമത്താൻ വേണ്ടി ഇവിടെ പലരും മത്സരിച്ചു കൊണ്ടിരിക്കുമ്പോ, വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ശശികലമാരെ പോലുള്ള പേരിൽ ഒരു പെറ്റി കേസെങ്കിലും എടുക്കാൻ ത്രാണിയില്ലാത്ത, നട്ടലിന്റെ ഭാഗത്ത് വായനാരിന്റെ ശക്തി പോലുമില്ലാത്ത അധികാരി വർഗമുള്ള ഒരു പ്രദേശത്ത് ജീവിക്കുന്നതിൽ നാണക്കേട് പേറിക്കൊണ്ടിരിക്കുന്നവരാണ് എന്റെ പ്രിയപ്പെട്ടവരെ. നമ്മൾ കേന്ദ്രവും കേരളവും ഇത്തരത്തിലുള്ള വർഗീയവാദികൾക്ക് വളം വെച്ചു കൊടുക്കുമ്പോ വലിയ അപകടം നാളെ ഇവിടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രദ്ധാലുക്കളാകണം, ജാഗ്രത പുലർത്തണം. അനുവദിച്ചുകൂടാ. നമ്മൾ ഐക്യത്തോടുകൂടി ശ്രമിക്കേണ്ടതിനു വേണ്ടിയാണ്. അതാണ് ഈ പ്രമേയങ്ങൾ, കാലത്തിനനുസരിച്ചിട്ടുള്ള പ്രമേയങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ SKS മുൻപോട്ട് വന്നിട്ടുള്ളത്. പ്രവാചകനോടുള്ള ഇഷ്ടം, പ്രവാചകൻ പഠിപ്പിച്ചത് എന്താണ് എന്ന് പഠിപ്പിക്കാൻ, പ്രവാചകന്റെ ശൈലി എന്തായിരുന്നു പറയാൻ. എന്നാൽ ചില ആളുകൾ പ്രവാചകനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഒരു ഭാഗത്ത് പ്രവാചകനെ ചൂഷണം ചെയ്തുകൊണ്ട് പല തട്ടിപ്പും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പ്രവാചകന്റെ ആചാരങ്ങൾ അത് ചൂഷണം ചെയ്തുകൊണ്ട് വ്യാജ ആചാരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോ, മറുഭാഗത്ത് പ്രവാചകന് ഒരു വിലയുമില്ലെന്ന് പറഞ്ഞ്, സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞ് പ്രവാചകന്റെ ജന്മദിനം, നബിദിനം ആഘോഷിക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞ്, പ്രവാചകനോ അല്ലെങ്കിൽ മാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട പുത്രൻ ഇസ്മായിൽ എന്ന ചോര പൈതലിന്റെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് അവിടെ നിന്ന് പുറപ്പെട്ട ജന്തകൾ, ആ വെള്ളത്തിന് പോലും ഒരു പ്രത്യേകതയുമില്ലെന്ന് പറയുന്ന ഒരു വിഭാഗം അങ്ങനെയാണ്. നബിദിനം കഴിക്കാൻ പറ്റൂല, ഓ മുശ്രിക്കായി പോകും. എന്തായി നബിദിനം എന്ന് പറഞ്ഞാലറിയോ? പ്രവാചകന്റെ മദ്ഹ് പറയാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാ അല്ലേ? ആ മദ്ഹ് പറഞ്ഞ എന്താ കുഴപ്പം? ഒരുപാട് ഗാനങ്ങളുണ്ട്, പാട്ടുണ്ടാക്കിയ പ്രഗത്ഭനായ ഒരു കവി ഉണ്ടായിരുന്നു, കഅബ് ഇബ്നു സുഹൈർ, ദുറൈജ് ഇബ്നു സുഹൈർ. രണ്ട് ജ്യേഷ്ഠാനുജന്മാർ, രണ്ട് സഹോദരങ്ങൾ. കഅബ് ദുറൈജ്, കഅബ് പ്രഗത്ഭനായ സാഹിത്യകാരനാണ്. അവൻ നല്ല പാട്ടുപാടും, നിമിഷക്കവിയാണ്. നമ്മളൊക്കെ അങ്ങാടിയിലേക്ക് ഇറങ്ങുന്നത് പോലെ അക്കാലഘട്ടത്തിൽ കഅബാലയത്തിന്റെ അരികത്ത് ആളുകൾ വൈകുന്നേരം തടിച്ചുകൂടും. കഅബ് ആ സമയത്ത് കഅബത്തിന്റെ അരികത്ത് വന്നിട്ട് പാട്ടുപാടും, നല്ല ആകർഷണീയമായ ശൈലിയുള്ള പാട്ട്. ഇപ്പൊ ചില ആളുകളൊക്കെ പാട്ടുപാടാറുണ്ടല്ലോ അല്ലേ?
അർഹിക്കുന്നതും അർഹിക്കാത്തതുമായ സ്ഥാനമാനങ്ങൾ അറബിപ്പാട്ടിലൂടെയും മലയാളപ്പാട്ടിലൂടെയും ഒക്കെ പാടി അവതരിപ്പിച്ച് വലിയ വലിയ അവതാരങ്ങളാക്കുന്ന ചില ആളുകളുണ്ട്. അക്കൂട്ട കാലഘട്ടത്തിൽ കഅബ് ഇബ്നു സുഹൈർ എന്ന് പറഞ്ഞ ആ കവി പ്രഗത്ഭനായ ഭാഷയിലുള്ള കവിയായി. ആ കവി അങ്ങനെ പാട്ടൊക്കെ പാടും, ഇസ്ലാമിനെതിരായിട്ട്, പ്രവാചകർക്കെതിരായിട്ട്, സഹാബാക്കൾക്കെതിരായിട്ട്. എന്നിട്ട് ഇസ്ലാമിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ പാട്ട് കാരണമായിട്ടുണ്ട് പലപ്പോഴും. ഞാൻ ആ ചരിത്രം വിശദീകരിക്കുകയല്ല. ഒടുവിൽ പ്രവാചകന് വല്ലാത്ത വിഷമമായി. പ്രവാചകൻ ഈ കഅബിന്റെ ശല്യം വല്ലാത്ത പ്രയാസമായപ്പോ അവസാനം കഅബിന്റെ അനിയനായ ഈ ബുറൈജ് ഇബ്നു സുഹൈർ എന്ന് പറഞ്ഞ അനുജൻ ഇസ്ലാമിലേക്ക് വന്നു. ബുറൈജ് ഇസ്ലാമിലേക്ക് വന്നു. ബുറൈജ് ചെന്നിട്ട് ഇക്കാക്കയാകുന്ന കഅബിനോട് പറഞ്ഞു, കഅബേ, ഞാനും നീയും വിചാരിച്ച മുഹമ്മദ് അല്ല ആ ആമിന ബീവിയുടെ പൊന്നുമോൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തെറ്റിദ്ധരിച്ചതാണ്. അതുകൊണ്ട് നീ പശ്ചാത്തപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരണം. ബുറൈജ് പറഞ്ഞു. പക്ഷേ കഅബ് തയ്യാറായില്ല. അതിനെയും വിമർശിച്ചും പരിഹസിച്ചും കഅബ് പാട്ടെഴുതി. അങ്ങനെ അല്പ ദിവസങ്ങൾക്ക് ശേഷം പ്രവാചകൻ ഒരിക്കൽ പ്രഖ്യാപിച്ചു, കഅബിനെ നിങ്ങൾ കണ്ടാൽ അവന് വധശിക്ഷയ്ക്ക് വിധേയമാക്കണം, വെട്ടിക്കൊലപ്പെടുത്തണം. സഹാബികൾ വാളുമെടുത്ത് ഇറങ്ങി കഅബിനെ വെട്ടാൻ. അങ്ങനെ കഅബ് എവിടെയുള്ളത് കാണുന്നില്ല. ഈ വിവരമറിഞ്ഞ് കഅബ് ഒളിച്ചിരുന്നു. ഖുറൈശി പ്രമാണിമാർ, ഇസ്ലാമിന്റെ ശത്രു നേതാക്കന്മാർ അവരുടെ അരികത്തിൽ നിന്ന് അഭയം തേടി. അവർ അഭയം കൊടുത്തില്ല, നാട് വിട്ടുപോയി. ഒടുവിൽ കഅബ് ഇബ്നു സുഹൈർ വേഷമൊക്കെ മാറി മുഖം മൂടിയൊക്കെ ധരിച്ച് പ്രവാചകന്റെ അരികത്ത് വരുന്ന ഒരു രംഗുണ്ട്. വലിയ സംഭവമാണ്, ഞാൻ വിശദീകരിക്കുകയല്ല. അങ്ങനെ പ്രവാചകന്റെ അടുക്കൽ വന്നു, ചോദിച്ചു, അങ്ങ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ കഅബ് ഇബ്നു സുഹൈർ എന്ന് പറഞ്ഞ ആൾ പുറത്തുണ്ട്, അയാൾക്ക് മാപ്പുണ്ടോ? അയാൾ ഇസ്ലാമിലേക്ക് വന്നാൽ അങ്ങ് ക്ഷമിക്കുമോ എന്ന് ചോദിച്ചപ്പോ പ്രവാചകൻ പറഞ്ഞു, അതെ, ഇസ്ലാമിലേക്ക് വന്നാൽ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുകയും മുഖം മൂടി മാറ്റുകയും നബിയെ, ഞാനാണ് കഅബ് എന്ന് പറഞ്ഞ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് നിമിഷക്കവിയായ ആ കഅബ് ഇബ്നു സുഹൈർ അവിടെ വെച്ചൊരു പാട്ടുപാടി. ആ പാട്ടങ്ങനെ പാടി. എന്താ നമ്മൾ നബിദിനത്തിന് പാടുന്നത് പോലെ, പ്രവാചക തിരുമേനിയെ കുറിച്ച് നമ്മൾ പാടുന്നത് പോലെ مثل حسنك قط يا سيدي خير النبي. നമ്മൾ പാടുന്നത് പോലെയുള്ള നല്ലൊരു പാട്ട് അവിടെ വെച്ചത് ആ കഅബ് ഇബ്നു സുഹൈർ പാടി. റസൂൽ മുഹമ്മദ് മിൻ സുയൂഖില്ലാഹി മസ്ലൂലൂ. പ്രവാചകനെ കുറിച്ച് വളരെ മനോഹരമായി അവിടുത്തെ അവതാരങ്ങൾ വായിക്കൊണ്ട് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹു, എത്ര തിളക്കമുള്ള ഭൂമേനിയാണിത്, ഇന്ത്യയിൽ നിർമ്മിച്ച വാള്. ആ വാളിന് അക്കാലഘട്ടത്തിൽ വളരെ മാർക്കറ്റുള്ള സാധനമാണ്. ആ വാളിനേക്കാൾ തിളക്കുന്ന ഭൂമുഖമുള്ള ഹബീബ് മഹാനായ പ്രവാചകനെ വർണ്ണിച്ചുകൊണ്ട് കഅബ് ഇബ്നു സുഹൈർ അവിടെ വെച്ചെന്ന് പാട്ടുപാടിയപ്പോ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം, എടാ കഅബ്, അതിന്റെ മദ്ഹ് പറയലാണ്, ശിർക്കാണ്, നബിദിനം ശിർക്കാണെന്ന് പറയുന്നവർ, അവിടെ മദ്ഹ് പറയൽ ശിർക്കാണെന്ന് പറയുന്നവർ ആലോചിക്കണം എന്ന് പറഞ്ഞ് നബി തങ്ങൾ അത് ശിർക്കാണെന്ന് പറഞ്ഞ് ഒഴിവാക്കിയില്ലെന്ന് മാത്രമല്ല, നമ്മളൊക്കെ നബിദിനത്തിന്റെ നല്ല പാട്ടൊക്കെ പാടിയ ആളുകൾക്ക് സമ്മാനം കൊടുക്കുന്നത് പോലെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തോളോടുള്ള ഷാളെടുത്തിട്ട് ആ വലിയ ഷാള് കൊലപ്പെടുത്തിട്ട് കഅബ് ഇബ്നു സുഹൈർ റളിയല്ലാഹു അൻഹുവിന് സമ്മാനമായി കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാം. അതാണ് നമ്മൾ നബിദിനത്തിന് ചെയ്യുന്നത്. നമ്മൾ നബിദിനം എന്ന് പറയുന്നു എന്ന് മാത്രം, മീലാദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് നമ്മൾ ആ പരിപാടി ആഘോഷിക്കുന്ന എന്താണ് അർത്ഥത്തിൽ സംഭവം? അത് പ്രവാചകന്റെ മദ്ഹ് പറയലാണ്. ധാരാളം തെളിവുകളുള്ള സംഭവമാണ്. ഭക്ഷണം കൊടുക്കലാണ് ധാരാളം തെളിവുള്ള സംഭവമാണ്. അതിലൊന്നും ആർക്കും സംശയം വേണ്ട. പക്ഷെ
ഇവിടെ ചില ആളുകൾ ചരമദിനം ആഘോഷിക്കാറുണ്ട്, സമ്മേളനങ്ങൾ നടത്താറുണ്ട്, കോംപ്ലക്സുകളുടെ വാർഷികം നടത്താറുണ്ട്. അതിനൊന്നും ഇവിടെ ആർക്കും പരാതില്ല. സമ്മേളനം നടത്തും, ചരമദിനം നമ്മൾ ആണ്ടയിക്കുമ്പോ അവർ ചരമദിനം ആഘോഷിക്കും, ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്, അതിനാർക്കും പരാതില്ല. നമ്മൾ നബിദിനെന്ന് പറയുമ്പോൾ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ്. പിന്നെ പുതിയ തലമുറയെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി മടന്ത ന്യായങ്ങളും പല വ്യാഖ്യാനങ്ങളും ദുർവ്യാഖ്യാനങ്ങളും ഒക്കെയായി പലരും കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅ അത് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതൽ സഹാബത്ത് കേരള ത്തിലേക്ക് ഇസ്ലാം പറഞ്ഞ പോലെ അപ്പുറം തങ്ങളിലൂടെ വെളിയങ്കോട്ട് വർക്കാളിലൂടെ മഹാന്മാരായ പൊന്നാനിയിലെ 32ഓളം വരുന്ന മഖ്ദൂമുമാരിലൂടെ കടന്നു വന്നിട്ടുള്ള യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅ. അത് ഈ പറയപ്പെട്ട ചില ആളുകൾ ചില ഫിത്നയും ഫസാദുമായിട്ട് 1921 കടന്നു വന്നപ്പോ ഒരു പ്രത്യേക പശ്ചാത്തലമുണ്ടായ സമയത്ത് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ കോഴിക്കോട്ടെ മുദാക്കര പള്ളിയിൽ ഒരുമിച്ചുകൂടി ഒരു സംഘടന രൂപീകരിച്ചു, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ. ഒരു കൊല്ലം കഴിഞ്ഞ് 1926 ജൂൺ 26 കോഴിക്കോട്ടെ ടൗൺ ഹാളിൽ വെച്ചുകൊണ്ട് ആ സംഘമൊന്ന് വിപുലീകരിക്കുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന പേര് നൽകുകയും ചെയ്തു. മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ അതിന്റെ ഒന്നാമത്തെ പ്രസിഡന്റായി. രണ്ടാമത്തെ പ്രസിഡന്റ് മഹാനായ വാളത്തോം അബ്ദുൽ ബാരി മുസ്ലിയാർ, മൂന്നാമത്തെ പ്രസിഡന്റ് മഹാനായ ശൈഖുന രണ്ടാമത്തെ പ്രസിഡന്റ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, മൂന്നാമത്തെ പ്രസിഡന്റ് വാളത്തോം അബ്ദുൽ ബാരി മുസ്ലിയാർ, നാലാമത്തെ പ്രസിഡന്റ് കെ അബൂബക്കർ ബഹുമാനപ്പെട്ട കെ സദഖത്തുൽ മുസ്ലിയാർ, അഞ്ചാമത്തെ പ്രസിഡന്റ് റയീസുൽ മുഹത്തസീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, ആറാമത്തെ പ്രസിഡന്റ് കെ അബൂബക്കർ ഹസ്രത്ത്, ഏഴാമത്തെ പ്രസിഡന്റ് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അസ്വരിത്തങ്ങൾ, എട്ടാമത്തെ പ്രസിഡന്റ് മഹാനായ ശൈഖുന കാളമ്പാട് മുഹമ്മദ് മുസ്ലിയാർ, ഒമ്പതാമത്തെ പ്രസിഡന്റ് മഹാനായ കോയപ്പുറത്ത് മുസ്ലിയാർ, പത്താമത്തെ പ്രസിഡന്റ് മഹാനായ ശൈഖുന AP മുഹമ്മദ് മുസ്ലിയാർ കുമരമ്പത്തൂർ. അല്ലാഹു ആ മഹാന്മാർക്കൊക്കെ സ്വർഗ്ഗം പ്രദാനം ചെയ്യട്ടെ. 11ാമത്തെ പ്രസിഡന്റായി ഉച്ചയ്ക്ക് ശേഷം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ അല്ലാഹു തആല മഹാനവർഗൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. 11ാമത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറി, ഒന്നാമത്തെ സെക്രട്ടറിയുടെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാലവി മുല്ലക്കോയുള്ള ഒരു മഹാപ്രതിഭയായിരുന്ന ഖുത്ബുൽ സമാൻ ശംസുൽ ഉലമ വിശേഷിപ്പിച്ച വരക്കൽ മുല്ലക്കോയുള്ളവരായിരുന്നുവെങ്കിൽ പിന്നീട് ഇതിനിടയ്ക്ക് മറ്റൊരു സയ്യിദായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിരുന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദ്രൂസി അസ്ഗരികളായിരുന്നെങ്കിൽ സമസ്തയുടെ പ്രസിഡന്റിന്റെ പരമ്പരയിൽ മൂന്നാമത്തെ സയ്യിദ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ ഉറച്ച നിലപാടുകാരനായ മഹാനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ ഇന്ന് സമസ്തയുടെ 11ാമത്തെ പ്രസിഡന്റായി ചുമതലയേറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ 1926 സമസ്ത രൂപീകരിക്കുമ്പോ അതിന്റെ ഒന്നാമത്തെ സെക്രട്ടറി പള്ളിക്കുട്ടിൽ മുഹമ്മദ് മുസ്ലിയാരാണ്, രണ്ടാമത്തെ ജനറൽ സെക്രട്ടറി പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരാണ്, മൂന്നാമത്തെ ജനറൽ സെക്രട്ടറി ശൈഖുന ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസാണ്, നാലാമത്തെ ജനറൽ സെക്രട്ടറി മഹാനായ ശൈഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരായിരുന്നു. ഇന്ന് 5ാമത്തെ ജനറൽ സെക്രട്ടറിയായി നമുക്ക് നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ശൈഖുൽ ജാമിയ മഹാനായ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ്. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇതാണ് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന് നമ്മൾ ദിവസവും പടച്ച തമ്പുരാനോട് പ്രാർത്ഥിക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്ന വഴി. ഈ വഴി അല്ലാഹു നമുക്ക് വഴി കാണിച്ചു തരണം. അതിനുവേണ്ടി നമ്മൾ സദാസമയവും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ വഴി എന്ന് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ ഇവിടെ നൽകിക്കൊണ്ടാണ് മഹാന്മാരായ നമ്മുടെ മഹാന്മാരൊക്കെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. സംശയിക്കുന്ന ആളുകൾ, ഭൗതികതയുടെ അതിപ്രസരത്തിൽ പെട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, സൈബർ ലോകത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലുമൊക്കെ പല ആളുകളും തന്റെ വീട്ടിന്റെ അകത്തളത്തിലോ ഓഫീസിലോ ഇരുന്നുകൊണ്ട് വലിയ പണ്ഡിത വേഷം കെട്ടി അറിയാവുന്ന കാര്യങ്ങൾ എഴുതിവിടുന്ന ആളുകൾ, സെൻഡ് ചെയ്യുന്ന ആളുകൾ, ഗൂഗിൾ സെർച്ച് ചെയ്ത് ഗൂഗിളിന് ഗുരുവായിക്കൊണ്ട് ഉസ്താദുമാരെ വിസ്തരിച്ചുകൊണ്ട് തെറ്റിദ്ധാരണകൾ പരത്തിക്കൊണ്ടിരിക്കുന്ന
നാളുകൾ നമ്മുടെയൊക്കെ ഇടയിലേക്ക് സംശയത്തിന്റെ വിത്തുകൾ പാകുമ്പോ എന്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയിലെ എന്റെ കൂട്ടുകാരെ, എന്റെ നാട്ടുകാരെ, എന്റെ വിശ്വാസികളെ, ഞാൻ നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു മാനദണ്ഡമുണ്ട്. പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ, പല സംശയങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ നമ്മുടെ പിടിവള്ളി, നമ്മുടെ സത്യത്തിന്റെ പന്താവ് അതേതാണ് എന്ന് തിരിച്ചറിയാനുള്ള മാനദണ്ഡം, അളവുകോൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പണ്ഡിതന്മാരെ കുറിച്ച് പഠിക്കാം. ആ പണ്ഡിതന്മാർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുമ്പോ എങ്ങനെയാണ് മരിച്ചു പോയതെന്ന് ഒരു തിങ്കളാഴ്ച സുബഹിയോടടുത്ത സമയം കോഴിക്കോട്ടെ ഫാത്തിമ ഹോസ്പിറ്റലിന്റെ അകത്തളത്ത് രോഗബാധിതയായി കിടക്കുന്ന ശൈഖുന ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ് ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എഴുന്നേറ്റിരുന്നുകൊണ്ട് എല്ലാവരോടും യാസീൻ ഓതാൻ പറയുകയാണ്. എല്ലാവരും യാസീൻ ഓതുന്നു. 83 ആയത്തുള്ള യാസീൻ ഓതിക്കഴിഞ്ഞു. 83ാമത്തെ ആയത്തും കഴിഞ്ഞപ്പോ തൊട്ടടുത്ത പള്ളി മിനാരത്തിൽ നിന്ന് സുബ്ഹി ബാങ്കിന്റെ മന്ത്രധ്വനി മുഴങ്ങുകയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അവസാന ബാങ്കിന്റെ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊക്കെ ചൊല്ലിയപ്പോ അത് കേട്ടവർക്ക് പ്രത്യുത്തരം നൽകിയതുപോലെ നമ്മുടെ ശംസുൽ ഉലമയും ഉറക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി പുഞ്ചിരിച്ചു ഇത് പറഞ്ഞു പോയ നേതാവാണ് മഹാനായ ശൈഖുന ശംസുൽ ഉലമ. ആ ശംസുൽ ഉലമയുടെ അനുയായികളാണ് നമ്മൾ. കണ്ണിയത്ത് ഉസ്താദ് ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. വിനയത്തിന്റെ ആരൂപമായി, പാണ്ഡിത്യത്തിന്റെ ആഴക്കടലായി ഇവിടെ മുന്നിൽ നമുക്ക് നായകത്വം നൽകി 93 വയസ്സ് ജീവിച്ചു, 93 കൊല്ലം ജീവിച്ചു. ഈ ലോകത്തോട് മരണപ്പെട്ടു പോയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി മരിച്ചു പോയ കണ്ണിയത്ത് ഉസ്താദിന്റെ മക്കളാണ് നമ്മൾ. മഹാനായ ശൈഖുന കെ.ടി. മാനമുസ്ലിയാർ ഇതൊക്കെ പങ്കെടുത്തിട്ടുണ്ടാകാൻ പലരും സമസ്ത കേരള ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ഗോൾഡൻ ജൂബിലി കോഴിക്കോട്ടെ കടപ്പുറത്ത്, കോങ്ങാട് കടപ്പുറത്ത് കടലിന് അറബിക്കടലിന് സമാനമായി മനുഷ്യർ കടൽ കൊണ്ട് തീർത്തപ്പോ അതിന്റെ ജനറൽ കൺവീനർ കെ.ടി. മാനമുസ്ലിയാരാണ്. സ്വാഗതം പറയണം. പക്ഷേ അന്ന് ഉച്ചക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. മഗ്‌രിബാകാൻ സമയമാകുമ്പോൾ ഡിസ്ചാർജ് ചെയ്തു. വേദിയിലെത്തി. സദസ്യന്റെ സ്റ്റേജിന്റെ മുൻവശത്ത് അങ്ങ് ദൂരെ ഏറ്റവും അവസാനത്തെ കസേരയിൽ, ഏറ്റവും ഫ്രണ്ടിൽ അവസാനത്തെ കസേരയിലിരുന്നു മഹാനായ കെ.ടി. മാനമുസ്ലിയാർ. ആ നാവിൻ തുമ്പിലൂടെ ഉതിർന്നു വരുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ, ആനുകാലിക സംഭവ വികാസങ്ങൾ അവിടുത്തെ ഭാഷയിൽ, അവിടുത്തെ ശൈലിയിൽ കേൾക്കാൻ കാത് കൂർപ്പിച്ചിരിക്കുന്ന നമുക്ക് മുമ്പിൽ പക്ഷേ കെ.ടി. ഉസ്താദിന് സ്വാഗത പ്രഭാഷണം നടത്താൻ കഴിഞ്ഞില്ല. ഡോക്ടർ വഹാബ് ഉസ്താദിനെ ചുമതല ഏൽപ്പിക്കുന്നു. പിന്നീട് ആ സ്വാഗതം പറയാൻ ഒരുങ്ങിയെങ്കിലും അത് നടന്നില്ല. അവസാനം ലക്ഷോപലക്ഷം മനുഷ്യ മക്കളെ മുഴുവനും കൺകുളിർക്ക കണ്ടാസ്വദിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളടക്കം കേരളത്തിലെ അഹ്ലുൽ ബൈത്തിന്റെ പ്രമുഖരും പണ്ഡിത ചോദ്യകോളങ്ങളും ലക്ഷക്കണക്കിനും കോടിക്കണക്കിനും മലായിക്കത്തുകൾ ഒരുമിച്ച് കൂടിയ ആ വേദിയിൽ നിന്ന് എഴുന്നേറ്റ് തങ്ങളോടും ഉസ്താദുമാരോടും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ആ വേദി നടന്നു നീങ്ങി സ്റ്റേജിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോ കാത്തിരുന്ന ആംബുലൻസിന്റെ സ്ട്രക്ചറിലേക്ക് കയറ്റിക്കടത്തി. ആ ആംബുലൻസ് ലക്ഷോപലക്ഷം വരുന്ന സമസ്ത മക്കളുടെ ഹൃദയത്തിലൂടെ മന്ദമായി നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ മരുമകനായ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനോട് ബഹുമാനപ്പെട്ട സ്ട്രക്ചറിൽ കിടക്കുന്ന കെ.ടി. ഉസ്താദ് പറയാണ്, എനിക്ക് വെള്ളം വേണമെന്ന്. ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തപ്പോ അത് നിറയെ കുടിച്ചു മഹാനായ കെ.ടി. ഉസ്താദ്. പിന്നെയും വെള്ളം ആവശ്യപ്പെട്ടു. അടുത്ത ബോട്ടിലും വെള്ളം കൊടുത്തു. അതിൽ നിന്ന് അല്പം കുടിച്ചവർ വെച്ചു, വയർ നിറച്ചു, ദാഹം മാറ്റി. എന്നിട്ട് മഹാനായ കെ.ടി. ഉസ്താദ് തന്റെ വായക്കകത്തുള്ള മൊട്ടുപല്ലെടുത്ത് ഊരിയിട്ട് മരുമകനായ മകളുടെ ഭർത്താവായ ഹമീദ് ഫൈസി അമ്പലക്കടവിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാ. എന്നിട്ട് പുഞ്ചിരിച്ച് ഉറക്കെ ലക്ഷോപലക്ഷം വരുന്ന മനുഷ്യ മക്കൾക്കിടയിലൂടെ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ആംബുലൻസിന്റെ സ്ട്രക്ചറിൽ കിടന്നുകൊണ്ട് ചൊല്ലി ഈ ലോകത്തോട് ഇത് പറഞ്ഞു പോയ മഹാനായ കെ.ടി. മാനമുസ്ലിയാരുടെ മക്കളാണ് നമ്മൾ. നമുക്ക് പിഴച്ചിട്ടില്ല. ഈ വഴി നമ്മുടെ ഇടയിൽ എത്തിയിട്ടില്ല. താളമ്പാടി ഉസ്താദിന്റെ ചരിത്രമതാണ്. കോട്ടമല ഉസ്താദിന്റെ ചരിത്രമതാണ്. മഹാനായ ചെറുശ്ശേരി
മഞ്ചേരി ഉസ്താദിന്റെ ചരിത്രം അതാണ്, ആനക്കര കോഴിക്കോട് ഉസ്താദിന്റെ ചരിത്രം അതാണ്, AP ഉസ്താദിന്റെ ചരിത്രം അതാണ്, ഈ അടുത്ത് മരിച്ചുപോയ കോട്ടമല ബാപ്പ മുസ്ലിയാർ 11 മണിയായ സമയത്ത് ഡോക്ടർ വന്ന് പറയാൻ ഇനി ഒരു രക്ഷയുമില്ല. കോഴിക്കോട്ടെ മിംസ് ഹോസ്പിറ്റലിൽ ഒരു മാസമായി അവിടെ കിടക്കുകയായിരുന്നു. വെന്റിലേറ്ററിലും ICUവിലുമായി കിടന്ന ബഹുമാനപ്പെട്ട കോട്ടമല ബാപ്പ ഉസ്താദ് അവരുടെ ഡോക്ടർ വന്ന് പറയാണ് 11 മണിക്ക് ഇനിയൊരു നിർവാഹമില്ല, നിങ്ങൾ ദൈവത്തോട് പറഞ്ഞോളൂ, ഇനിയൊരു നിലക്കും ബാക്കിയാവുന്ന രക്ഷപ്പെടുന്ന വഴി കാണുന്നില്ല, ഏറിയ 2 മണിക്കൂർ മാത്രമേ ജീവിക്കൂ. 2 മണിക്കൂർ പറയേണ്ടടത്തൊക്കെ പറഞ്ഞോളൂ, അറിയിക്കേണ്ടിടത്ത് അറിയിച്ചോളൂ, ചൊല്ലിക്കൊടുക്കേണ്ടത് ചൊല്ലിക്കൊടുത്തോളൂ. ഡോക്ടർമാർ പറയുകയാണ്. കുടുംബക്കാർ പെട്ടെന്ന് തന്നെ ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങളെ വിളിച്ചു. തങ്ങൾ ആ സമയത്ത് കോഴിക്കോട്ടുണ്ട്. ഉടനെ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ പോയി ബഹുമാനപ്പെട്ട ബാപ്പുസ്താദിന്റെ അരികത്തിരുന്നിട്ട് 4 or 5 തവണ യാസീൻ സൂറത്ത് മനോഹരമായിട്ട് കോഴിക്കോട് കാളി തങ്ങൾ പറയാ 4 or 5 പ്രാവശ്യം യാസീൻ ഓതി. ആ യാസീനൊക്കെ മനോഹരമായി ഇതെടുക്ക് ദ്വാരക്കും. അപ്പം അവർ മക്കളാരോ ഉറക്കെ ചൊല്ലിക്കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ കലിമ കേട്ടപ്പോ ചുണ്ടനക്കി പുഞ്ചിരിച്ച് മാനായ കോട്ടമല ബാപ്പ മുസ്ലിയാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ഈ ലോകത്തോട് അവിടെ പറഞ്ഞു പോയെങ്കിൽ ആണക്കാട്ട് ശിഹാബ് തങ്ങളും ഉമറലിത്തങ്ങളും പൂക്കോയത്തങ്ങളും ബാപ്പക്കിത്തങ്ങളും ബരക്കൽത്തങ്ങളും മസലിത്തങ്ങളും മാത്തുക്കളായ സമസ്തയുടെ ഇടകളിൽ നായകത്വം നൽകിയ മാത്തുക്കളും മുഴുവനും കലിമ ചൊല്ലി മരിച്ചു പോയെങ്കിൽ എന്റെ പുതിയ തലമുറയോട് ഞാൻ പറയുന്നു, സിറാത്തുൽ മുസ്തഖീം ഏതാണെന്ന് പഠിക്കാൻ ഇതിലും വലിയൊരളവ് പോലും ആവശ്യമില്ല. മറ്റു പലരെ കുറിച്ചും ഞാൻ ഒന്നും പറയുന്നില്ല. പഠിക്കാൻ നിങ്ങൾക്ക് വിധേയമാക്കാം. ഇത് സിറാത്തുൽ മുസ്തഖീമാണ്. ഇത് ഈ സത്യത്തിന്റെ പന്താവാണ്. മഹത്തുക്കളായ ആളുകൾ നായകത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനമാണ്. ഒറ്റ പ്രസ്ഥാനമേ ഇവിടെയുള്ളൂ. വേൾഡ് അടിസ്ഥാനത്തിലല്ലെങ്കിലും കേരളത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. ഇതിന്റെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുക. ഈ പണ്ഡിതന്മാർ മരിച്ചതുപോലെ നമുക്ക് മരിക്കണം. അവർ ഇവിടെ പറഞ്ഞത്, അവർ ഇവിടെ വളർത്തുന്നത് എന്താണ്? തീവ്രവാദമല്ല. നമ്മൾ ആരും അങ്ങനെ പഠിച്ചോ? ചില ആളുകളെയും ചില പള്ളിയിലെ ഇമാമിനെയും മുക്രിനെ ഒക്കെ പലരും തട്ടിക്കൊണ്ടു പോവുകയോ ചോദ്യം ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്യുന്നു. നമ്മൾ അതിനെ അനുകൂലിക്കുന്നില്ല, നമ്മൾ അതിനെ പ്രതികൂലിക്കുകയാണ്. അത്തരം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അത്തരം സംശയത്തിന്റെ മുനയിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങൾ സലഫികളുടെ ഭാഗത്തുനിന്നുണ്ടായെങ്കിൽ തിരുത്തപ്പെടണം. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പണ്ടേ പറഞ്ഞത്. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കാതെ മറ്റു പല ചിന്താധാരകളിലേക്കും നിങ്ങൾ നാട്ടുകാരെ അയച്ചപ്പോ ഉണ്ടായ അപകടാവസ്ഥയാണിത്. ഇതിപ്പോഴെങ്കിലും വൈകിയെങ്കിലും തിരിച്ചറിയാൻ ഇവിടുത്തെ സലഫി സമൂഹം തയ്യാറാകണം എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. അവർക്ക് സംരക്ഷണം ഏർപ്പെടുത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. സംരക്ഷണമൊന്നും തരക്കേടില്ല, പക്ഷെ പഠിച്ചിട്ട് വേണം. പഠിച്ചിട്ട് വേണമെന്ന് മാത്രമേ ഞങ്ങൾക്ക് ആശയസംബന്ധമായി ഓർമ്മപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രാർത്ഥന നടത്താനുള്ള ഉസ്താദ് ഇവിടെ എത്തി. സമയം വൈകി, ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മദീന പാശനും മനുഷ്യജാലികയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളും വളരെ ആത്മാർത്ഥമായി ഉണ്ടാകണം. അതിനുവേണ്ടി സമയം നഷ്ടപ്പെട്ടാലും സമ്പത്ത് നഷ്ടപ്പെട്ടാലും ഒരു നഷ്ടവും, ദുനിയാവിന്റെ പല നഷ്ടവും ഉണ്ടായാലും നാളെ ആഖിറത്തിൽ വെച്ച് നമുക്കതിന് പ്രതിഫലം കിട്ടും. ഇവിടെ നിന്ന് ഒരു ലാഭം ഉണ്ടാവില്ല, എന്നാലും ആഖിറത്തിൽ നമുക്ക് വലിയ വിജയമുണ്ടാകും എന്നുറച്ച വിശ്വാസം നമുക്കുണ്ട്. ആ വിശ്വാസമാണ് നമ്മെ സംഘടനാ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മെ എല്ലാവരെയും പടച്ചിറപ്പ് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ യോഗം അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പായി
ധാരാളം ആളുകൾ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായും അല്ലാതെയും ധാരാളം ആളുകൾ നമ്മുടെ ഈ പരിപാടിയുമായി സഹകരിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം വസീയത്ത് ചെയ്തവരുമുണ്ട്. ധാരാളം കച്ചവട സ്ഥാപനങ്ങൾ, അതുപോലെ നമ്മെ വിട്ടുപിരിഞ്ഞവർ, അവർക്കെല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുവാൻ വേണ്ടി ധാരാളം ആളുകൾ നമ്മോട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ അടുത്ത് നമ്മളോട് വിട പറഞ്ഞു പോയ നമ്മുടെ ഉസ്താദുമാർ, എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ നേതൃത്വത്തിൽ നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇലാ ഹദ്റത്തി റൂഹി നബിയിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم وصل وبلغ مثل ثواب ما قرأناه من القرآن العظيم وما صليناه. هذه هدية واصلة مقبولة منا وهدية منا. أولا إلى حضرة روح نبينا وحبيبنا مرشدنا منزلنا محمد صلى الله عليه وسلم. اللهم وإلى حضرات أرواح جميع الأنبياء والمرسلين صلوات الله وسلامه عليهم أجمعين. وإلى حضرات أصحاب البدرين وسائر الشهداء وجميع الصحابة رضوان الله تعالى عنهم أجمعين. اللهم وإلى حضرات أرواح جميع الأولياء والعلماء والشهداء الشيخ محي الدين عبد القادر الجيلاني قدس الله سره العزيز. وإلى حضرات مؤسسين സമസ്ത കേരള ജമിയത്തുൽ ഉലമ من سيد عبد الرحمن ബാഅലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ قدس الله سره العزيز. إلى حضرة أستاذنا كتمل بابو أستاذ قدس الله سره العزيز. اللهم انفعنا بعلومهم اللهم احمينا بحمايتهم اللهم انصرنا بنصرتهم اللهم مدنا بمددهم اللهم اكرمنا بكراماتهم اللهم اعزنا بعزتهم يا رب العالمين. അർഹമർറാഹിമായ രാജസീതായ മാലിക്കുൽ മുലൂക്കായ റബ്ബേ, ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും നിന്റെ പവിത്രമായ ദീനിനെ കുറിച്ച് പറഞ്ഞതും കേട്ടതും അല്ലാഹുവേ, നിന്റെ വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുകളെ പാരായണം ചെയ്തതും പഠിച്ചവരെ ഞങ്ങളുടെ സൽക്കർമ്മമായി സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഇവിടെ ചെലവഴിച്ച സമയവും ഊർജ്ജവും അല്ലാഹുവേ നാളെ നന്മയുടെ മീസാനിൽ ഭാരമേറുന്ന അമലായി സ്വീകരിക്കണേ അല്ലാഹ്. ഇതിനുവേണ്ടി പ്രവർത്തിച്ച SKSF-ന്റെയും SYS-ന്റെയും ഖുർആൻ സ്റ്റഡി സെന്ററിന്റെയും സഹോദരന്മാരെ എല്ലാവർക്കും അല്ലാഹുവേ വണ്ണമായ പ്രതിഫലം കൊടുക്കണം തമ്പുരാനെ. അവരുടെ ഓരോ പ്രവർത്തനങ്ങളും അല്ലാഹുവേ നീ ഖൈറാക്കി മാറ്റണ തമ്പുരാനെ, റാഹത്തിലാക്കണ തമ്പുരാനെ. ഞങ്ങൾ മരിച്ചുപോയ മുൻമറഞ്ഞുപോയ എല്ലാ പണ്ഡിതന്മാരുടെയും ഖബറുകളെ പടച്ചവനെ നീ വിശാലമാക്കി കൊടുക്കണല്ല, വെളിച്ചമാക്കി കൊടുക്കണ റബ്ബേ. അവർ ഈ ദീനിൽ ഈ ദുനിയാവിൽ വെച്ച് നിന്റെ ദീനിനു വേണ്ടി പ്രവർത്തിച്ച് ഓടി നടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച ആ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലങ്ങൾ പടച്ചവനെ ഖബറിൽ ആസ്വദിച്ച് ആനന്ദിച്ച് കഴിയാനുള്ള ഭാഗ്യം അല്ലാഹുവേ പണ്ഡിതന്മാർക്ക് നീ കൊടുക്കണേ അല്ലാ. സമസ്തയെ വളർത്തിയ ഈ ഉമ്മത്തിനെ നയിച്ച സ്ഥാപനങ്ങൾ കെട്ടിപ്പടുക്കാൻ ഈ ഉമ്മത്തിനെ നേരിന്റെ പാതയിലേക്ക് ചേർക്കാൻ വേണ്ടി അവർ ഓടി നടന്ന് അഹോരാത്രം പരിശ്രമിച്ച് ആ കർമ്മങ്ങളിലെല്ലാം ത്യാഗത്തിന്റെ എല്ലാം പ്രതിഫലങ്ങൾ പടച്ചവനെ ഖബറിൽ ആസ്വദിച്ച് കഴിയുന്നവരായി അവരെ നീ പെടുത്തനെ തമ്പുരാന്. അവരോടൊപ്പം നാളെ ഞങ്ങളെയും അല്ലാഹുവേ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്ന റബ്ബേ. അതുപോലെ ഞങ്ങളിലൊക്കെ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, കുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉസ്താദുമാർ, മശായിഖന്മാര് എല്ലാവരുടെയും ഖബറുകളെ പടച്ചവനെ വെളിച്ചമാക്കണേ അല്ലാഹ്. അവരെ ഞങ്ങളെയും അല്ലാഹുവിനെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടി സന്തോഷിപ്പിക്കുന്ന റബ്ബേ. അല്ലാഹുവേ നാട്ടിലും